ശലഭതീർത്ഥം ശ്രീ ലതിക ശ്രീധർ. അന്ന് പതിവിലും തണുപ്പേറിയിരുന്നു. കമ്പിളി പുതപ്പിന് ഉള്ളിൽ ശരീരത്തെ ഒളിപ്പിച്ച് ഞാൻ ഉറങ്ങാതെയിരുന്നു. സുൽത്താൻ ഘട്ടിലെ എൻ്റെ ആദ്യത്തെ രാത്രിയാണിത്. നാട്ടിൽ നിന്നും തിരിക്കുമ്പോൾ പുതിയ ഒരിടത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിൽ 1000 സന്ദേഹങ്ങളുണ്ടായിരുന്നു. തനിച്ച് എത്രയോ നാടുകൾ ഇതിനകം സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു, എത്രയോ ആളുകളെ കണ്ടിരിക്കുന്നു. പക്ഷേ സുൽത്താൻ ഘട്ട് എനിക്കൊരു പുതിയ അനുഭവം തന്നെയാണ്. വാതിലിന്റെ മുട്ടുകെട്ട് ഞാൻ പതിയെ എഴുന്നേറ്റു. വാതിലിൻ്റെ അപ്പുറം ജീജാബായി ആവി പറക്കുന്ന ചായയുമായി പ്രത്യക്ഷപ്പെട്ടു. ഇത് കുടിച്ചോളൂ, തണുപ്പൊന്ന് കുറയ്ക്കാൻ നല്ലതാ. അവർ അകത്തേക്ക് വന്നു. ജീജാബായിക്ക് ഏകദേശം 60-നോടടുത്ത് പ്രായം കാണും. സാരി തലപ്പ് കൊണ്ട് അവർ തല മൂടിയിരിക്കുന്നു. വെള്ളിമുടി നാരുകൾ അനുസരണയില്ലാതെ മുഖത്ത് മാടി വീണിരുന്നു. ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ കുശിനിപ്പണിക്കാരിയാണവർ. ചൂട് ചായ മുത്തി കുടിച്ചുകൊണ്ട് ഞാൻ ജനാലക്കരികിൽ വന്നു നിന്നു. ഉത്തരേന്ത്യയിലെ മസാല ചായയോട് എനിക്ക് പണ്ടേ ഒരു ഇഷ്ടം കൂടുതലാണ്. അച്ഛൻ്റെ ജോലിക്കയറ്റങ്ങളിൽ ഒരു ട്രാൻസ്ഫർ ഉത്തർപ്രദേശിലേക്കായിരുന്നു. അങ്ങനെ ഉത്തരേന്ത്യയുമായി ഒരു ബന്ധവും കണ്ണി ചേർന്ന് കിടക്കുന്നു. കുട്ടി തനിച്ചാണോ വന്നേ? ജീജാബായിയുടെ കണ്ണുകളിൽ ആകാംക്ഷയുടെ നിഴൽ പതിഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അതെ. കാലം വളരെ മോശം. വീട്ടിൽ ആരും ഒന്നും പറഞ്ഞില്ലേ? എന്തിന്? ഒരു പെൺകുട്ടി തനിച്ച്, അതും ഇത്രയും ദൂരം വരുമ്പോൾ? അവർ എന്തോ പറയുവാനായി വന്നിട്ട് മടിച്ചു നിന്നു. ഞാൻ അപ്പോഴേക്കും ചായ കുടിച്ചു കഴിഞ്ഞിരുന്നു. ചായക്കപ്പ് വാങ്ങി ജീജാബായി തിരിഞ്ഞു നടന്നു. എന്തൊരു പെണ്ണ്! അവർ അവ്യക്തമായി എന്തോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അതെ, അമ്മയും പറയാറുണ്ട് ഇവൾ എന്തൊരു പെണ്ണാണെന്ന്. കാലം ഇത്രയേറെ താണ്ടിയിട്ടും കാഴ്ചപ്പാടുകൾ മായാതെ നിൽക്കുന്ന എൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് എത്രയോ രാത്രികൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസവും കഴിയും തോറും അരുതായ്മകൾ കൂടി വരികയാണ്. ഞാനൊന്നും നിന്നോട് പറയില്ല. എൻ്റെ കാലം കഴിയുമ്പോൾ നീ പഠിച്ചോളും. അമ്മ സുൽത്താൻ ഘട്ടിലേക്ക് തിരിക്കുന്നതിനിടയിൽ ഉപദേശം പോലെ പറഞ്ഞു നിർത്തി. എനിക്ക് ഈ ഏകാന്തമായ യാത്രകൾ പുതിയതല്ല. ബന്ധങ്ങളുടെ തീക്ഷ്ണമായ ചുറ്റിക്കെട്ടലുകൾ പണ്ടേ ഉപേക്ഷിച്ചതാണ്. പുതിയതൊന്നും പ്രതീക്ഷിക്കാതെ, പഴയതൊന്നും ഉപേക്ഷിക്കാതെയുള്ള യാത്രകൾ. ഞാൻ ഇങ്ങനെയാണ്. ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം കാത്ത് ഞാൻ എൻ്റെ ജീവിതത്തെ കൊണ്ട് നിർത്താറില്ല. മരണത്തിൻ്റെ ഇരുട്ടറയിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തെ വർണ്ണങ്ങളോടൊപ്പം പാറിപ്പറന്ന് ഒരു പൂമ്പാറ്റയെപ്പോലെ ദിശ മാറി പറക്കണം. ജീജാബായി വീണ്ടും വന്നു. രാത്രി ഭക്ഷണത്തിന് സമയമായി. റൊട്ടിയും കറിയും മുന്നിൽ വെച്ച്. ഇത്തവണ അവർ മൗനമായി മടങ്ങിപ്പോയി. പരിചിതമല്ലാത്ത ഏതോ മസാലക്കൂട്ടുകളുടെ ഗന്ധമായിരുന്നു ആ കറിക്ക്. വായിൽ തങ്ങി നിന്ന കലർപ്പ് മാറ്റുവാനായി ബാഗിൽ നിന്ന് ഒരു മിഠായി എടുത്ത് അരിയിച്ചുകൊണ്ടിരുന്നു. പുറത്ത് വീണ്ടും മഞ്ഞ് കനക്കുന്നു. ഉറക്കം വരാത്ത കണ്ണുകളടച്ച് ഞാൻ കിടന്നു. സുൽത്താൻ ഘട്ടിലെ എൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നലത്തെ യാത്രാക്ഷീണം കാരണം വല്ലാതെ മയങ്ങിപ്പോയിരുന്നു. എങ്കിലും രാവിലെ തന്നെ റെഡിയായി ഞാൻ ലോഡ്ജിന് പുറത്തിറങ്ങി. പ്രഭാത ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള തീരുമാനം ഇന്നലെ രാത്രി തന്നെ എടുത്തിരുന്നു. ജീജാബായിയുടെ ആഹാരത്തിൻ്റെ ആ വൃത്തികെട്ട കവർപ്പ് എന്തോ ഇപ്പോഴും നാവിൻ തുമ്പിൽ തങ്ങി നിൽക്കുന്നു. ക്യാമറയും തോളിൽ തൂക്കി നടന്നു വരുന്ന എന്നെ നോക്കി 2 സ്ത്രീകൾ എന്തോ അടക്കം പറയുന്നുണ്ടായിരുന്നു. സുൽത്താൻ ഘട്ടിലെ വിപണികൾ രാവിലെ തന്നെ സജീവമായി. ആളുകളുടെ തിരക്ക് കൂടി വരുന്നു. വിലപേശലുകളും ആക്രോശങ്ങളും ഉച്ചത്തിലാവുന്നു. പൊട്ടിപ്പൊളിഞ്ഞ മതിൽക്കെട്ടുകൾക്കിടയിൽ ആണ് അവരുടെ ചന്ത. അതിന് ചുറ്റുമായി ചെറിയ വീടുകൾ, ചെളിക്കട്ട കൊണ്ട് കെട്ടി വൃത്താകൃതിയിൽ പുല്ലുമേഞ്ഞ മനോഹരങ്ങളായ വീടുകൾ. ചില വീടുകളുടെ പരിസരത്തായി ചാണക വരളികൾ നിരത്തി വച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പഠനശാലകൾ ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിലെ ട്യൂഷൻ സെന്ററിനെ ഓർമ്മിപ്പിക്കുന്ന വലിപ്പം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. കൃഷിയുണ്ടെങ്കിലും നാമമാത്രമായി പോകാവുന്ന ചെറിയ തുരുത്തുകൾ അങ്ങിങ്ങായി കാണാം. ചാണകവരളിക്കായി കുഴിച്ചെടുക്കുന്ന ധൃതിയിലും സുകന്യാദേവി പറഞ്ഞു, സുൽത്താൻ ഘട്ടിനൊരു ചരിത്രമുണ്ട് മോളെ. പക്ഷേ അത് സാധാരണക്കാരായ കർഷകരുടെ ചരിത്രമാണെന്ന് മാത്രം. ഡൽഹിയിലെ കർഷക സമരത്തിൽ പങ്കെടുത്തവരാണ് ഇവിടുത്തെ കർഷകരെല്ലാം. എൻ്റെ മകനും പങ്കെടുത്തിരുന്നു. നമ്മൾക്കും ജീവിക്കണ്ടേ? അവരുടെ സ്വരം ഇടറി. അധികാര പിടിവലിക്കുള്ളിൽ സുന്ദര വാഗ്ദാനങ്ങളുടെ ചുവട് പിടിച്ച് സുൽത്താൻ ഘട്ടിൻ്റെ പാതയോരങ്ങളെ ചൂടുപിടിപ്പിക്കാൻ കൊടി അടയാളങ്ങളോടെ ഇനിയും ആളുകൾ വന്നേക്കാം. എന്നാൽ പ്രബുദ്ധരായ ഈ കർഷക ജനതയുടെ കണ്ണു മൂടിക്കെട്ടുവാൻ ആർക്കാണാവുക? ക്യാമറയുടെ കണ്ണുകൾ പകർത്തിക്കൊണ്ടിരുന്നതെല്ലാം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു. സെൽഫോണിൻ്റെ തുടരെയുള്ള കലമ്പൽ എൻ്റെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. അമ്മയാണ് നാട്ടിൽ നിന്ന്. നീ എപ്പോഴാണ് എത്തുക? പുതിയ ഒരു കൂട്ടരെത്തിയിട്ടുണ്ട്. ജാതകം നോക്കിച്ചു. നല്ല ചേർച്ച. അനിഷ്ടത്തിൻ്റെ ഒരു മോഡൽ എന്നിൽ നിന്നാണ് ഉണ്ടായത്. അമ്മ എന്തേ ശ്രദ്ധിച്ചില്ല? നീ എന്താ ആലോചിക്കുന്നേ? അവരോട് വരാൻ പറയട്ടെ? വേണ്ട. അമ്മ പറഞ്ഞു തീരുന്നതിന് മുമ്പേ എൻ്റെ മറുപടി വേഗത്തിലായി. അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, കുടുംബസ്നേഹമില്ലാത്തൊരെണ്ണം. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ അമ്മ ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു. വിവാഹമെന്ന സങ്കല്പത്തിൻ്റെ പൊതുധാരണകളെ മാറ്റിമറിക്കുവാൻ മടിക്കുന്നു.
സദചാരത്തിൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ചാണ് എൻ്റെ ചിന്ത മുഴുവനും. ഒന്നിനോടും അമിതമായ സ്നേഹപ്രകടനങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ സൗഹൃദത്തിൻ്റെ ആത്മബന്ധങ്ങളുടെ ഒരു വലയം എനിക്ക് ചുറ്റുമുണ്ട്. പാലക്കാട്ടെ അഗ്രഹാര തെരുവിലെ കൊത്തുപണികളുള്ള ആ വലിയ വീട്ടിൽ ഉപദേശങ്ങളുടെ ശീൽക്കാരങ്ങളായിരുന്നു. ഉറക്കത്തിൽ പോലും ഏതെങ്കിലും ഒരു കനത്ത ഇരുട്ടിൻ്റെ മറവിലേക്ക് ഓടി ഒളിക്കാനായിരുന്നു എനിക്ക് ഏറെ ഇഷ്ടം. തിരിച്ചു ചെല്ലാൻ കഴിയാത്തൊരു യാത്രയെ മാത്രമാണ് ഞാൻ പ്രണയിച്ചത്. എൻ്റെ ഇഷ്ടമില്ലായ്മകളെ ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പായി ആരൊക്കെയോ കെട്ടിച്ചമച്ചപ്പോൾ ആ കഥകൾ കേട്ട് ചിരിച്ചവരിൽ കൂടുതലും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അതെ, എനിക്ക് ഈ ലോകം സ്നേഹമാണ്. സ്വപ്നങ്ങളുടെ ഒരു മയിൽപീലിത്തുണ്ടും അറ്റം കീറിയ ഒരു മുളന്തണ്ടും എൻ്റെ കൈകളിൽ ഇപ്പോഴുമുണ്ട്. ദാഹം കൊണ്ട് ചുണ്ടുകൾ വരണ്ടുണങ്ങി കയ്യിൽ കരുതിയിരുന്ന വെള്ളം തീർന്നിരിക്കുന്നു. അടുത്തു കണ്ട് വീട്ടിലേക്ക് കയറി ചെന്നു. പ്രായമായ ഒരു മുത്തശ്ശൻ വരാന്തയിൽ കുന്തിച്ചിരിക്കുന്നത് കണ്ടു. കുറച്ച് വെള്ളം തരുമോ? വല്ലാത്ത ദാഹം. മുത്തശ്ശൻ കേൾക്കാത്ത ഭാവത്തിൽ ഇരിപ്പ് തുടർന്നു. ഞാൻ വീണ്ടും ഉറക്കെ ചോദ്യം ആവർത്തിച്ചു. വൃദ്ധൻ തലയുയർത്തി എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അയാളുടെ കണ്ണിലെ തിളക്കം കൂടി വന്നു. മോളെ. ഞാൻ ചിരിച്ചു. എന്തേ, മുത്തശ്ശൻ എന്നെ അറിയുമോ? മോളെ അറിയാത്ത ആരാണ് ഈ സുൽത്താൻ ഘട്ടിലുള്ളത്? ആ വൃദ്ധൻ്റെ മുഖത്തെ വിനയം എന്നെ അസ്വസ്ഥയാക്കി. ഏയ്, കുട്ടിയോട് നിൽക്കണ്ട. ആ മുത്തശ്ശന് സ്വബോധം കൂടിയില്ല. ഇങ്ങ് പോന്നോളൂ, വഴിയരികിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു. അതെ, എനിക്കും തോന്നിയിരുന്നു. മുത്തശ്ശൻ്റെ സംസാരത്തിലെല്ലാം എന്തോ അബോധമായ തുടർച്ചകൾ പോലെ. ഞാൻ മുത്തശ്ശനെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു. മോളെ, തീർത്താ നിൽക്ക്. മുത്തശ്ശൻ വേച്ച ചൂടുകളുമായി എൻ്റെ പുറകെ വന്നു. മുത്തശ്ശനെ അറിയാവുന്ന ആരോ ആണ് എന്ന ചിന്തയാവും ആ പരിശ്രമത്തിന് പിന്നിൽ. മുത്തശ്ശ, ഞാൻ അങ്ങ് ഉദ്ദേശിച്ച ആളല്ല. നിങ്ങളുടെ ഈ നാടും ജീവിതവും ഒക്കെ കണ്ടിട്ട് പോകുവാൻ കുറച്ച് അകലെ നിന്ന് എത്തിയതാണ്. മുത്തശ്ശൻ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. ഇല്ല, നീ തീർത്ത സരസ്വതിയാണ്, എൻ്റെ സുൽത്താൻ ഘട്ടിലെ രാജ്ഞി. മുത്തശ്ശൻ എൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. എൻ്റെ കൈകൾ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. വരൂ മോളെ, നിനക്ക് കാണണ്ടേ നിനക്ക് ഏറെ പ്രിയപ്പെട്ട ആ സ്ഥലം? എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ദാഹം മാറി പരിഭ്രമത്തിൻ്റെ നീർച്ചുഴിയിലേക്ക് ഞാൻ എറിയപ്പെട്ടിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ എൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ നടന്നു. ആ വൃദ്ധപാദങ്ങളുടെ വിറയിൽ എനിക്കറിയാമായിരുന്നു. കുറേ ദൂരമായി നടക്കുന്നു. ഏതൊക്കെയോ ചെറിയ ഇടവഴികൾ താണ്ടി ഞങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ അരികിലെത്തി. ഇത് കണ്ടോ മോളെ, നിനക്ക് ഓർമ്മയില്ലേ ഇവിടം? ഞാൻ അമ്പരന്ന് ചുറ്റും നോക്കി. പൊട്ടിപ്പൊളിഞ്ഞ ഒരു വലിയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളായിരുന്നു അവിടെയെല്ലാം. ഇല്ല മുത്തശ്ശ, എനിക്കിവിടം അറിയില്ല. ഞാൻ ആദ്യമായാണ് ഈ സുൽത്താൻ ഘട്ടിൽ എത്തുന്നത് തന്നെ. ഇല്ല കുട്ടി, നീ മറന്നുപോയതാവും. അല്ലെങ്കിൽ? ആ വൃദ്ധൻ്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ? ഞാൻ ചോദ്യഭാവത്തിൽ ആ വൃദ്ധനെ ഒന്ന് നോക്കി. ഒന്നുമില്ല കുട്ടി, നടന്നോളൂ. ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ആ വൃദ്ധനായ മനുഷ്യനെ ഒറ്റയ്ക്കിരുത്തി അവിടെ നിന്ന് പോകുവാൻ മനസ്സെന്തോ അനുവദിച്ചില്ല. എന്നാൽ നമ്മൾക്ക് രണ്ടാൾക്കും കൂടി ഇവിടെ ഇരിക്കാം, എന്നിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങാം, പോരെ? വൃദ്ധൻ സന്തോഷത്തോടെ ചിരിച്ചു. എൻ്റെ ചിന്തകളിലെല്ലാം അവളായിരുന്നു. തീർത്ത സരസ്വതി. ആരാണവൾ? പാലക്കാട്ടെ ഒരു അഗ്രഹാര തെരുവിൽ ജനിച്ച പവിത്ര കൃഷ്ണമൂർത്തി എന്ന എനിക്ക് അവളുമായി എന്ത് സാമ്യമാണുള്ളത്? എൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങളായിരുന്നു. എല്ലാത്തിനും ഒരു ഉത്തരമാണ് ഈ വൃദ്ധൻ്റെ മനസ്സ്. മുത്തശ്ശ പറയൂ, ആരാണ് തീർത്ത സരസ്വതി? മുത്തശ്ശൻ ഒരു ഞെട്ടലോടെ എന്നെ ഒന്ന് നോക്കി. നിന്നെ തന്നെ തിരയുന്ന മോളെ? ഞാൻ എന്നെ തന്നെ തിരയുകയോ? മുത്തശ്ശൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, നിന്നെ പോലെയായിരുന്നു അവൾ. നിന്റെ കണ്ണുകളിലുണ്ട് തീർത്ഥയുടെ കണ്ണിലെ ആ അഗ്നി പോലും നിന്റെ സ്വരമാണ് അവൾക്ക്. നീ ചിരിക്കുമ്പോൾ തെളിയുന്ന ഈ നുണക്കുഴികൾ പോലും അവളുടേതാണ്. ഞാൻ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. സുൽത്താൻ ഘട്ടിലെ ആ പാവം പെൺകുട്ടിയും കേരളത്തിലെ ഈ ദാഷ്ടിക്കാരി പെണ്ണും ഒരാളാണെന്നോ? മുത്തശ്ശൻ തുടർന്നു. സുൽത്താൻ ഘട്ട് ഒരു 70 വർഷങ്ങൾക്കപ്പുറം ഇതായിരുന്നില്ല. ദുഷ്ടന്മാരുടെ കോട്ടയായിരുന്നു ഇവിടം. പൊരുതി ജയിക്കുവാൻ കഴിയാതെ പൊഴിഞ്ഞുപോയ പുരുഷന്മാരായിരുന്നു ഇവിടെയുള്ളവർ. എന്നാൽ പൊരുതി ജയിച്ചവളായിരുന്നു അവൾ, എൻ്റെ തീർത്ഥമോൾ. മുത്തശ്ശൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇടറുന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തി. എനിക്ക് ഭ്രാന്താണെന്നാണ് എല്ലാവരും പറയുന്നത്. അതെ, ഭ്രാന്താണ്. കാരണം ആ സംഭവത്തിന് ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന സുൽത്താൻ ഘട്ടിലെ ഒരേ ഒരാൾ ഞാനാണ്, ഞാൻ മാത്രം. ആ വൃദ്ധൻ തേങ്ങുകയായിരുന്നു. വരൂ മുത്തശ്ശ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കാം. ആ വൃദ്ധനെയും ചേർത്ത് പിടിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. ചെറിയ വരാന്തയുള്ള മൺഭിത്തിയിൽ തേച്ചു മിനുക്കിയ ഒരു കുഞ്ഞു വീട്. വൃദ്ധൻ വീടിനുള്ളിലേക്ക് വരുവാൻ എന്നെ ക്ഷണിച്ചു. ചെറുതെങ്കിലും വൃത്തിയുള്ള അകത്തളം. കയറുകൊണ്ട് വരുന്ന ഒരു കട്ടിലും ഒരു കസേരയും മാത്രം. വൃദ്ധൻ താഴെ ഇരുന്നുകൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു തകരപ്പെട്ടി വലിച്ചെടുത്തു. അതിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു മനസ്സ് നിറയെ. ഇത് തീർത്ഥമോളുടെ പെട്ടിയാണ്. അന്ന് കുറേ നാൾ ആ കുട്ടി ഒളിച്ചു താമസിച്ചത് ഇവിടെയായിരുന്നു. അവളുടെ മരണശേഷം ആദ്യമായാണ് ഞാനിത് തുറക്കുന്നത്, അതും മോൾക്കു വേണ്ടി. ആ പെട്ടിയിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീർത്ഥയുടെ കുറച്ച് ഡ്രസ്സുകളും പുസ്തകങ്ങളും, പിന്നെ കൂർത്ത മുനയുള്ള ഒരു എഴുത്താണിയും. അത്തരത്തിലൊന്ന് ഞാൻ ആദ്യമായി കാണുകയാണ്. ഇതെന്താ മുത്തശ്ശ? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു.
തീർത്ഥയ്ക്ക് അവളുടെ മുത്തച്ഛൻ നൽകിയ സമ്മാനമാണ്. വല്ലാത്തൊരു അടുപ്പമായിരുന്നു ആ കുട്ടിക്ക് ഇതിനോട്. ഒരിക്കൽ എന്നെ ഇത് കാട്ടിത്തരികയും ചെയ്തു. വരൂ കുട്ടി, ഇത് നിനക്ക് അർഹതപ്പെട്ടതാണ്. ഇത് തേടിയാവാം നീ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയത് തന്നെ. ആ എഴുത്താണി കൈകളിലേക്ക് വെച്ച് തന്നുകൊണ്ട് വൃദ്ധൻ തുടർന്നു. കുട്ടി പോയിക്കോളൂ, നേരം ഇരുട്ടുന്നു. ഈ വഴികളൊന്നും നിനക്ക് തുണയാവില്ല. വേഗം പോയിക്കോളൂ. ഈ എഴുത്താണിയില്ലേ, ഇത് നീ സൂക്ഷിക്കണേ. ഇതെൻ്റെ തീർത്ഥമോളുടെ ഓർമ്മയ്ക്കായി ഞാൻ കാത്തുവച്ചിരുന്നതാണ്. ഒരു പക്ഷേ ഇത് നിന്റെ കൈവശം എത്തിച്ചേരണമെന്നാവും കുട്ടി. കാലത്തിൻ്റെ നിയോഗം തന്നെ. മുത്തശ്ശൻ സമ്മാനിച്ച എഴുത്താണി ഞാൻ ബാഗിനുള്ളിൽ വെച്ചു. മുത്തശ്ശനോട് യാത്ര പറയുമ്പോൾ ഇതുവരെയും നടന്നു പോയതെല്ലാം അവിശ്വസനീയമായി തോന്നി. എന്നെപ്പോലെ ഒരാൾ അവളുടെ മുഖം ഞാൻ സങ്കല്പിച്ചു നോക്കി. എന്താണ് അവളുടെ കഥയെന്ന് എനിക്കറിയില്ല. എങ്കിലും എന്തോ ഒന്ന് എന്നുള്ളിൽ ഉണ്ട്. മുത്തശ്ശൻ ചിന്തിച്ച പോലെ അവളുടെ പുനർജന്മമാകുമോ ഞാൻ? പുനർജന്മം എന്നിലേക്ക് യാദൃശ്ചികമായി എത്തിച്ചേർന്നവരിൽ വളരെ കുറച്ച് ആളുകളോട് അത്തരത്തിലൊന്ന് തോന്നിയിരുന്നു. തീർത്ഥയുടെ കണ്ണിലെ അഗ്നി എൻ്റെ കണ്ണിൽ ആ വൃദ്ധൻ കണ്ടതുപോലെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞത് കണ്ണുകളിലൂടെയായിരുന്നു. അങ്ങനെയൊരു കണ്ടുമുട്ടലിലൂടെ കാലം സമ്മാനിച്ച കൂടപ്പുറപ്പിൻ്റെ കടന്നുവരവിനെ ഇന്നും അത്ഭുതത്തോടെയല്ലാതെ കാണുവാനാവില്ല. ഡോക്ടർ ബ്രിയൻ എൽ വെയ്സിൻ്റെ മെനി ലിവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം ഒരുപാട് തവണ മനസ്സിനുള്ളിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നൽകിയെങ്കിലും വീണ്ടും പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ അന്വേഷണത്തിലേക്ക് മനസ്സ് ചുറ്റിത്തിരിയാറുണ്ട്. പലർക്കും അവിശ്വസനീയമായി തോന്നാവുന്ന നേരിൻ്റെ വഴികളിലൂടെ ശാസ്ത്രത്തിൻ്റെ ആധാരങ്ങൾ ഒന്നുമില്ലാതെ ഇന്നും ഞാൻ പൂർവ്വജന്മത്തിലെ എൻ്റെ സഹയാത്രികരെ തേടി അലയാറുണ്ട്. അവരുടെ ഹൃദയം ഒന്ന് നുറുങ്ങുമ്പോൾ, എൻ്റെ കണ്ണുകൾ നനയുമ്പോൾ, ബന്ധങ്ങളുടെ മതിൽക്കെട്ടുകൾക്കുള്ളിലാണെങ്കിൽ പോലും അവരെ ഞാൻ ചേർത്ത് നിർത്തുവാറുണ്ട് എന്നിലേക്ക്. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. പുറത്ത് മഞ്ഞ് പരക്കുന്നത് നോക്കി ബാൽക്കണിയിൽ കുറച്ചു നേരം നിന്നു. എല്ലാം ഒരു പുകമറയ്ക്കുള്ളിലെ പാവക്കൂത്താണെന്ന് തോന്നി. സുൽത്താൻ ഘട്ടിലേക്ക് എത്തുന്നത് വളരെ യാദൃശ്ചികമായാണ്. പഞ്ചാബ് ചുറ്റിക്കാണണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നീട് സുൽത്താൻ ഘട്ടിനെ കുറിച്ച് അറിയുന്നത് ചരിത്ര ഗവേഷകയായ ഷർമിളയിൽ നിന്നാണ്. എൻ്റെ ലോകം ഇപ്പോൾ സുൽത്താൻ ഘട്ടിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോവുകയാണ്. തീർത്ഥയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക്. അവളെ തേടിപ്പോകുവാൻ എന്തുകൊണ്ടോ മനസ്സ് വല്ലാതെ തുടിച്ചു. ജീജാബായിയുടെ മുഖം ഇന്ന് വളരെ പ്രസന്നമായിരുന്നു. ഇന്ന് എവിടേക്കാണ് യാത്ര? അവർ വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഒഴുക്കമട്ടിൽ പറഞ്ഞു നിർത്തി. ജീജാബായി കൊണ്ടുവന്ന ചായ മൊത്തി കുടിച്ചുകൊണ്ട് ഞാൻ ബാൽക്കണിയിലേക്ക് പോയി. നിരത്തിൽ വാഹനങ്ങളുടെ ഒഴുക്ക് കൂടി വരുന്നു. വഴിയോര കച്ചവടക്കാരുടെ കലമ്പലുകളിൽ മുങ്ങി പ്രഭാതം നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഞാൻ വീണ്ടും റൂമിലേക്ക് വന്നു. ഇന്ന് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. ഒരു മഴ പോലെ ആർത്തിരമ്പും, പിന്നെ പതിയെ ചെറുചാറ്റിലായി മാറി മണ്ണിനോടൊപ്പം ചേർന്ന് ശരീരത്തിനാകെ ഒരു പനിച്ചൂട്. തലയിൽ ഭാരം കൂടുന്നതുപോലെ തോന്നി. ക്ഷീണം കാരണം കിടക്കയിൽ കമിഴ്ന്നു കിടന്നു. ജീജാബായി വീണ്ടും വന്നു. ചായ ഗ്ലാസും എടുത്തുകൊണ്ട് തിരികെ പോകുവാനായി വാതിൽ പടി വരെ ചെന്നു. എന്തോ ഓർത്തി നിന്നിട്ട് എന്നവണ്ണം വേഗം നടന്നു വന്ന് എൻ്റെ നെറ്റിമേൽ കൈത്തലം ചേർത്ത് വെച്ചു. കുട്ടിക്ക് നല്ല ചൂടുണ്ട്, പനിയെന്നാ തോന്നുന്നേ. ഞാൻ അവരുടെ മുഖത്തെ പരിഭ്രമം കണ്ടു ചിരിച്ചു. കുഴപ്പമില്ല, ഇവിടുത്തെ ഈ മഞ്ഞ് കുട്ടിക്ക് പിടിക്കുന്നുണ്ടാവില്ല, അതാവും മുഖത്തൊരു ക്ഷീണം. ഞാൻ മറുപടി പറയാതെ അവരെ തന്നെ നോക്കിക്കിടന്നു. ഇനി പുറത്തേക്കെങ്ങ് ഇറങ്ങേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ ഉടനെ എത്താം. ജീജാബായി സഹതാപപൂർവ്വം ഒരു നോട്ടം അയച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അമ്മയെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. പരിഭവവും പരാതികളും പറയുമെങ്കിലും ജീവിതത്തിൻ്റെ ദുർഘട നിമിഷങ്ങളിൽ ഓരോന്നിലും ആ കൈകൾ താങ്ങായിട്ടുണ്ട്. ഞാൻ നിലക്കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്നു. ജീജാബായി പറഞ്ഞതുപോലെ തന്നെ കണ്ണുകളിൽ ക്ഷീണത്തിൻ്റെ കറുപ്പ് പടർന്നിരിക്കുന്നു. ഇന്നിനി ഒരു യാത്രയ്ക്ക് ശരീരം തയ്യാറാവില്ല. ബാഗിൽ തിരഞ്ഞു നോക്കി. യാത്ര പുറപ്പെടുമ്പോൾ കുറച്ച് പുസ്തകം കയ്യിൽ കരുതിയിരുന്നു. ഇതിനോടകം തന്നെ അവയെല്ലാം വായിച്ചു തീർത്തിരിക്കുന്നു. ആദ്യമായാണ് ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിർജ്ജീവമായിരിക്കുന്നത്. മേശവലിപ്പിൽ നിന്നും ഡയറി തിരയുന്നതിനിടയിൽ തീർത്ഥയുടെ എഴുത്താണിയിൽ വിരൽ തൊട്ടു. വിരൽത്തുമ്പിലെ ആ തരിപ്പ് ഹൃദയത്തിലേക്ക് ചേർന്നതുപോലെ ഞാൻ പെട്ടെന്ന് തന്നെ വിരലുകൾ പിൻവലിച്ചു. അതെ, ആ എഴുത്താണിയിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ട്. പകലത്തെ ക്ഷീണം ഉറക്കത്തിൻ്റെ രൂപത്തിൽ എന്നെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്കെങ്ങോ ഞെട്ടി ഉണർന്നു നോക്കിയത് മേശയിൽ തിളങ്ങുന്ന ആ എഴുത്താണിയിലേക്കാണ്. എഴുത്താണി കഥ പറയും പോലെ എന്നെ നോക്കി. അതിൻ്റെ മുനത്തുമ്പിൽ രക്തം ഇറ്റിറ്റ് നിന്നിരുന്നു. എഴുത്താണി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. മണമുള്ള മഴിച്ചുവപ്പാൽ അത് എഴുതി തുടങ്ങി. രത്തംബോറിൻ്റെ ചരിത്രം തന്നെ ആവട്ടെ ആദ്യം. സുൽത്താൻഘട്ടിൻ്റെ ഒരു പ്രാന്തപ്രദേശമാണ് രത്തംബോർ. കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗ്രാമീണരാണ് അവിടെയുള്ളത്. പഴകിദ്രവിച്ച മതാചാരങ്ങളുടെ കെട്ടുപാടുകൾക്കിടയിൽ നേരിൻ്റെ വഴിയറിയാതെ ഭ്രാന്തമായ വികല ചിന്തകളുടെ ഭാണ്ഡമേറി നടന്നു നീങ്ങുന്ന യാത്രികരാണ് ചുറ്റും. വെളിച്ചത്തിൻ്റെ ദീപപ്രയാണത്തിനായി അവിടെ ആരും കോപ്പ് കൂട്ടുകയില്ല. രത്തംബോറിൻ്റെ ചരിത്രമെന്നാൽ സമ്പന്നരായ അധികാരി വിഭാഗത്തിൻ്റെയും കീഴാളരായ കർഷകരുടെയും ചരിത്രമായാണ് എന്നും വിലയിരുത്തപ്പെട്ടു പോകുന്നത്.
ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് ഇടമില്ലാത്ത ഗ്രാമം എന്ന് പുറംനാട്ടുകാർ രത്തംബോറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. ചേതൻ ബൻസാലെ തീർത്ഥ സരസ്വതിയുടെ പ്രിയപ്പെട്ട ബാപ്പു പലപ്പോഴായി രത്തംബോറിനെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തി നോക്കി. മറ്റു സമുദായ അംഗങ്ങളുടെ കടുത്ത എതിർപ്പിനാൽ അവയൊന്നും ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചേതന് എപ്പോഴും തൻ്റേതായ നിലപാടുകൾ ഉണ്ടായിരുന്നു. യാഥാസ്ഥിതികനായ പിതാവിൻ്റെ കടുത്ത നിലപാടുകൾക്കെതിരെ നാവുകൊണ്ട് പടപൊരുത്തി അയാൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുംബൈയിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ നിന്നും പിന്നീട് മടങ്ങിയെത്തുന്നത് അമ്മയുടെ മരണത്തിന് ശേഷമായിരുന്നു. പിന്നീട് മുംബൈയിലേക്ക് ഒരു മടക്കമുണ്ടായില്ല. രത്തംബോറിൻ്റെ സാമൂഹിക നിയമങ്ങളിൽ സ്ത്രീ വിദ്യാഭ്യാസവും കീഴാള വിദ്യാഭ്യാസവും നിഷേധം മണി മുഴക്കി നിന്നിരുന്നു. ആധുനികതയെ തെറ്റായി ചിത്രീകരിക്കുവാൻ ഗ്രാമത്തിലെ പ്രമാണിമാർ എടുത്ത പ്രയത്നങ്ങൾ കീഴാള കർഷക ബന്ധങ്ങളെ നോക്കുകുത്തികളാക്കി നിർത്തി. രത്തംബോറിൽ വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കുക അധികാരികളുടെ ബംഗ്ലാവിൽ മാത്രമായിരുന്നു. ആത്മാവിനെ നഷ്ടമാക്കി പറന്നകലുന്ന നിർജീവമായ ശരീരം പോലെ തങ്ങളെ നഷ്ടമാക്കി ഇരുട്ടിലൂടെ അവർ നടന്നു. പകലിൻ്റെ വെളിച്ചത്തിലും അവഗണനയുടെ ചുടു നീരുറവകളിൽ തങ്ങളെ പകുത്തി നൽകി. രത്തംബോറിൻ്റെ മണ്ണിൽ ഉരുക്കിത്തീർന്ന ജന്മങ്ങൾ ഏറെയുണ്ട്. അവർക്ക് പറയുവാൻ കഥകളുണ്ട്. ജൂൺ മാസത്തിൻ്റെ പകുതിയോടുകൂടി തീർത്ഥ സരസ്വതി പഠനം പൂർത്തീകരിച്ച് രത്തംബോറിലേക്ക് മടങ്ങിയെത്തി. മുംബൈയിലായിരുന്നു തീർത്ഥയുടെ പഠനകാലം. രത്തംബോറിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചേതൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു. രത്തംബോറിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് ആദ്യമായി നടന്ന ഒരു വിചിത്ര സംഭവമായി വിലയിരുത്തപ്പെട്ടു. പെൺകുട്ടികളെ ഒന്നിനുവേണ്ടിയും ഗ്രാമത്തിന് പുറത്തേക്ക് അയക്കുക എന്നത് ആ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരുന്നു. എന്നാൽ ചേതൻ രത്തംബോറിൻ്റെ തെറ്റുകൾക്കിടയിലൂടെ തൻ്റെ ശരികളെ കൂട്ടിച്ചേർക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. തീർത്ഥയും അച്ഛൻ്റെ ചിന്താഗതികൾക്കൊപ്പമായിരുന്നു സഞ്ചരിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രത്തംബോറിൻ്റെ അന്തരീക്ഷം അവൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. മുംബൈയിലെ അവസാന രാത്രിയിൽ ഡയറിയിൽ എഴുതിവെച്ച വരികൾ അവൾ വീണ്ടും വായിച്ചു. അകലെയൻ സന്ധ്യകൾ മാഞ്ഞുപോയെങ്കിലും ആ ചെഞ്ചുവപ്പിൻ്റെ ഓർമ്മയുണ്ടെന്നും ഒരു മഴ പെയ്തു തോർന്നെങ്കിലും ഹൃദയത്തിൽ ഉണ്ടൊരു പുഴ പിന്നെയും കണ്ണുനീർ പോലെയും ഒരു മൗനമുണ്ടായിരുന്നെൻ്റെ വാക്കിലേക്ക് ഒഴുകി എത്തുന്നു കാലമായി കവിതയായി. ഉപേക്ഷിച്ചു വന്ന ഒരു നഷ്ടത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ ഹൃദയത്തെ കുത്തിനോവിക്കുന്ന നിമിഷങ്ങൾ. രത്തംബോറിലേക്ക് മടങ്ങിയെത്തുവാൻ ആദ്യമൊന്നും തീർത്ഥയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നീട് ബാപ്പുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടേക്ക് എത്തുകയായിരുന്നു. പഴകിപ്പോയ ഒരു കടങ്കഥ പോലെയാണ് അവൾക്ക് ആ നാട്. മോൾ ഇവിടെ നിൽക്കുകയായിരുന്നോ? വന്നേ, ഭക്ഷണം കഴിക്കാൻ സമയമായില്ലേ? കൗസല്യാദേവിയാണ്. അമ്മയോടൊപ്പം തീർത്ഥ ഗോവണിപ്പടിയിലൂടെ അലക്ഷ്യമായി നടന്നു. കൗസല്യാദേവി മകളെ ശ്രദ്ധിച്ചു. സദാ ഊർജ്ജസ്വലതയാണ് അവളെപ്പോഴും. എന്നാൽ ഇപ്പോൾ മകളുടെ മുഖത്തെ മാറ്റം കൗസല്യാദേവിയെയും വിഷമിപ്പിച്ചു. എന്താണ് മോളെ, നിനക്കിത്രയും സങ്കടം? ബാപ്പുവിനെയും അമ്മയെയും കാണുന്നതാണ് നിന്റെ സന്തോഷമെന്നാണ് ഞാൻ ഇതുവരെയും കരുതിയത്. ഇതിപ്പോൾ വന്നത് മുതൽ സങ്കടമാണ് നിനക്ക്? ഇല്ലമ്മേ, അങ്ങനെ അമ്മയ്ക്ക് തോന്നുന്നതാവും. കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഞാൻ ഇവിടേക്ക് വരുന്നത്. അതാവും മനസ്സിന് ഒരു വല്ലായ്മ പോലെ. വിഷമിക്കാതെ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മോൾക്ക് ഇവിടെ ഇഷ്ടമാകും. പിന്നെ നിനക്ക് കൂട്ടായിട്ട് നാദുവുമില്ലേ? പിന്നെ എന്തിനാ മോൾ വിഷമിക്കുന്നത്? തീർത്ഥ ഒരു പുഞ്ചിരി മുഖത്ത് വരുത്താൻ ശ്രമിച്ചു. നാദു ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ഓടി വന്നു. ദീദി, നേരം ഒന്ന് പുലരാൻ കാത്തിരിക്കുവാൻ ഞാൻ. എന്നിട്ട് വേണം ദീദിയെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ. ഇവിടെയാണെങ്കിൽ അമ്മ പുറത്തോട്ട് ഒന്ന് ഇറങ്ങാൻ കൂടി സമ്മതിക്കുന്നില്ല. നാദുവിൻ്റെ ചുണ്ടിൽ പരിഭവത്തിൻ്റെ നിഴൽ പടർന്നത് അവൾ ശ്രദ്ധിച്ചു. പോട്ടെ നാദു, ഞാനിങ്ങ് വന്നില്ലേ, ഇനി നിനക്ക് എൻ്റെ കൂടെ എവിടെ വേണേലും വരാലോ. നാദുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് തീർത്ഥയ്ക്ക് സഹിക്കുവാനാവില്ല. തൻ്റെ അഭാവത്തിൽ ബാപ്പുവിനും അമ്മയ്ക്കും എന്നും ഒരാശ്വാസമായിരുന്ന നാദു എന്ന ആ 13 വയസ്സുകാരൻ. അവനെ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നത് ബാപ്പുവാണ്. മഞ്ഞ നിറത്തിലുള്ള ഒരു കമ്പിളി പുതപ്പിനുള്ളിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു കുഞ്ഞു നാദു. അന്ന് അവനെ കഷ്ടിച്ച് ഒരു 6 മാസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള വളർച്ച കൗസല്യദേവിയുടെ കൈകളിലായിരുന്നു. തീർത്ഥയേക്കാൾ കൗസല്യയ്ക്ക് ഇഷ്ടം മകനായ നാദുവിനോടായിരുന്നു. അനാഥനാണെന്ന ചിന്ത അവന് ഉണ്ടാകാതിരിക്കാൻ ബാപ്പുവോ അമ്മയോ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തീന്മേശക്കരികിൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചേതൻ. എന്തുപറ്റി? ഇന്ന് വല്ലാത്തൊരു ആലോചനയിലാണല്ലോ? കൗസല്യാദേവി പകുതി കളിയായി ചോദിച്ചു. അതെ കൗസു, ഞാൻ നമ്മുടെ മോളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പെൺകുട്ടികൾ എത്ര പെട്ടെന്നല്ലേ വളരുന്നത്. അതെ, അല്ല, എന്താ ഇപ്പോൾ അങ്ങനെയൊരു ആലോചന? ചേതൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഭാര്യയുടെ അരികിലേക്ക് വന്നു. തീർത്ഥയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? അവൾക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. നമ്മളോട് പറയാൻ പറ്റാത്തത് എന്തോ. അത് ബാപ്പുവിന് തോന്നുന്നതാവും. മുംബൈയിൽ നിന്നും തിരിച്ചു വന്നതിൻ്റെ മനപ്രയാസം എന്തായാലും കാണാതിരിക്കില്ലല്ലോ. ആണോ? എന്നാലും നീ അവളോട് സംസാരിക്കണം. എന്തെങ്കിലും സങ്കടം ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ നിന്നോട് പറയാതിരിക്കില്ലല്ലോ. കൗസല്യ എന്തോ ഓർത്തിട്ടെന്ന വണ്ണം പറഞ്ഞു. ഞാൻ ബാപ്പുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ? എന്ത് കാര്യം? കാര്യം അറിഞ്ഞാലല്ലേ ദേഷ്യപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അത് പിന്നെ നമ്മുടെ മോളുടെ കാര്യമാ. അതെയോ? എന്നാ പറയൂ, എന്താ കാര്യം? മോൾക്ക് വിവാഹപ്രായമായി വരികയല്ലേ? അതോടെ കരുതിയിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ.
ബാപ്പുവിനോട് ഇപ്പോൾ തന്നെ എത്ര പ്രാവശ്യമായി ഈ കാര്യം തന്നെ പറയുന്നു. എന്നിട്ടും കേട്ട ഭാവം നടിക്കുന്നില്ലല്ലോ. കൗസല്യയുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. അവർ തുടർന്നു. അല്ലെങ്കിലും പെൺമക്കൾ വളർന്നു നിന്നാൽ അച്ഛന്മാർക്കെന്താ? അമ്മമാർക്കല്ലേ അതിൻ്റെ നീറ്റിലറിയൂ. അതെ, അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ചേതൻ പറഞ്ഞു. അല്ലെങ്കിലും എന്തു പറഞ്ഞു വന്നാലും ബാപ്പുവിന് ഒരു മുട്ടാത്തർക്കമുള്ളതാ, കൗസല്യ പരിഭവത്തിൽ പറഞ്ഞു. അതെ, എനിക്കെന്താ അവളുടെ കാര്യത്തിൽ ഒരു ചിന്തയേ ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട്. ആ സമയത്ത് നടക്കേണ്ടതാണേൽ അതങ്ങ് നടന്നോളും. പിന്നെ നീ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് വിവാഹം എന്നൊന്നുമല്ല. അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതിനോടൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഒരു കടമ. അല്ലാതെ നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാനാവില്ല. കൗസല്യയുടെ കണ്ണു നിറഞ്ഞു. ചേതനോട് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് അവൾക്കറിയാം. രത്തംപൂറിലെ സ്വർണ്ണ വ്യാപാരിയായിരുന്നു ധ്യാൻചന്ദിൻ്റെ ഏക മകളായിരുന്ന കൗസല്യദേവി. കുട്ടിക്കാലത്ത് തന്നെ അമ്മ നഷ്ടപ്പെട്ട അവളെ വളർത്തിയത് മുത്തശ്ശി അന്നപൂർണാദേവിയായിരുന്നു. എന്നാൽ മുത്തശ്ശിയുടെ മരണശേഷം കൗസല്യയെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബൻസാലിയ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ചേതൻ ആ സമയത്ത് മുംബൈയിൽ നിന്നും പിതാവിൻ്റെ നിർബന്ധപ്രകാരം ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊന്നും കൗസല്യയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ചേതന് സാധിച്ചിരുന്നില്ല. അയാളുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും കൗസല്യയെ പോലെ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകുമായിരുന്നില്ല. നിരക്ഷരതയുടെ ലോകമായിരുന്നു കൗസല്യയുടേത്. അവളുടെ ചിന്തകൾക്ക് നിറം പോരാ എന്ന് ചേതന് തോന്നി. അയാൾ അക്ഷരക്കൂട്ടുകളുടെയും അക്കങ്ങളുടെയും ക്രമങ്ങൾ അവളെ പഠിപ്പിച്ചു. പഠനത്തിൽ നിന്നും വരുത്തി നൽകിയ പുസ്തകങ്ങൾ പലതിൻ്റെയും സ്ഥിരം വായനക്കാരിയായി കുറഞ്ഞ ഇളവ് കൊണ്ട് തന്നെ കൗസല്യ മാറിക്കഴിഞ്ഞു. അമ്മ എന്താണ് ഇവിടെ നിൽക്കുന്നത്? പുറത്ത് നല്ല മഞ്ഞാണ്. വരൂ, അകത്തേക്ക് പോകാം. തീർത്ത സരസ്വതി അമ്മയെയും കൂട്ടി വീടിനുള്ളിലേക്ക് നടന്നു. നീ പറയൂ തീർത്ത, അമ്മ പറയുന്നത് മോൾ കേൾക്കില്ലേ? തീർത്ത ചിരിച്ചുകൊണ്ട് അമ്മയെ പുണർന്നു. അമ്മ പറയുന്നത് എന്താണ് ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? മുംബൈയിൽ നിന്നും ഞാൻ ഇവിടേക്ക് വന്നതുപോലും അമ്മയ്ക്ക് വേണ്ടിയല്ലേ? ആണല്ലോ. എങ്കിൽ ഞാൻ പറയുന്നത് മോളെങ്കിലും ഒന്ന് കേട്ടൂടെ? ലാൽജിയില്ലേ, നമ്മുടെ സിത്താരയുടെ അച്ഛൻ, അദ്ദേഹം നിനക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ദേവേന്ദ്രനാഥിൻ്റെ മകന് വേണ്ടി. കാളിഘട്ടിനടുത്തുള്ള ദേവഗിരി നഗറില്ലേ, അവിടെ ആണ് അവർ താമസിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് നല്ലൊരു ബന്ധമാ മോളെ. മോളെ സമ്മതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബാപ്പു എതിരൊന്നും പറയില്ല. തീർത്ത ഒരു കഥ കേൾക്കുന്ന മട്ടിൽ അമ്മയെ നോക്കിയിരുന്നു. പറയൂ, നിനക്ക് എന്താണ് ഈ കാര്യത്തിൽ തീരുമാനം? തീർത്ത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാണ് അമ്മ എൻ്റെ വിവാഹ കാര്യത്തിൽ ഇത്ര തിടുക്കം കൂട്ടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തോരം കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത്. കൗസല്യ പരിഭവത്തോടെ മകളെ ഒന്ന് നോക്കി. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നട്ടെ, അന്ന് ഞാൻ അമ്മയോട് നേരിട്ട് തന്നെ വന്ന് പറയാം, പോരെ? കൗസല്യയുടെ മുഖം വിഷാദ ഛായയാൽ മുങ്ങി. വേണ്ട, നിങ്ങളൊക്കെ പഠനത്തിലെ പരിഷ്കാരികളല്ലേ. അല്ലെങ്കിലും എനിക്ക് എന്താ ഈ വീട്ടിലൊരു വില? തീർത്ത അമ്മയെ ദയനീയമായി ഒന്ന് നോക്കിയ ശേഷം മുറിവിലേക്ക് നടന്നു. അമ്മയെ തിരുത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ആരുടെയും ചപല വികാരങ്ങൾക്ക് അടിമപ്പെടുവാൻ തൻ്റെ മനസ്സിന് ആവില്ല. അങ്ങനെയെങ്കിൽ മുംബൈയിൽ നിന്ന് ഇവിടേക്ക് താൻ എത്തുകയില്ലായിരുന്നു. നാട്ടിലേക്ക് എത്തുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു. എന്നാൽ ചുട്ടുപൊള്ളുന്ന പാതകളിലൂടെയുള്ള ദിനസഞ്ചാരങ്ങൾ പലതും അവളെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. രത്തംപൂറിലെ വിളകൾക്ക് പോലും ഒരു അലസതയാണ്. എണ്ണമയമില്ലാത്ത, വെട്ടിയൊതുക്കിയിട്ടില്ലാത്ത ചെമ്പമുടികളായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക്. മാതാപിതാക്കളോടൊപ്പം പാടത്ത് പണിക്കിറങ്ങി ചെളി പിടിച്ച വസ്ത്രങ്ങളുമായി അവർ രത്തംപൂറിൻ്റെ നിരത്തുകളിൽ കളിച്ചു നടന്നു. ഓലമേഞ്ഞ ചെറിയ വീടുകൾക്കുള്ളിൽ ചെറുപ്രായത്തിൽ തന്നെ അമ്മമാരാകേണ്ടി വന്ന കൊച്ചു പെൺകുട്ടികളെ കണ്ടപ്പോൾ തീർത്തയുടെ മനസ്സുടഞ്ഞു. രത്തംപൂറിൻ്റെ ഗ്രാമവീഥികളിൽ അധികാരികളുടെ കുതിരക്കുളമ്പടികളും അവരുടെ ആജ്ഞാശബ്ദങ്ങളും മാത്രം മുഴങ്ങിക്കേട്ടു. തീർത്തയ്ക്ക് ഇതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. തിരിച്ചറിവിൻ്റെ നാളുകളിൽ മുംബൈയിലായിരുന്നു അവളുടെ വിദ്യാഭ്യാസം. ചേതന് മകളുടെ ഭാവി രത്തംപൂറിലെ അഴുകിയ മണ്ണിൽ കുഴിച്ചു മൂടുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. രത്തംപൂറിൻ്റെ സാമൂഹിക നിയമങ്ങളെല്ലാം വെട്ടിനിരത്തി അങ്ങനെ ആദ്യമായി ഒരു പെൺകുട്ടി ഗ്രാമത്തിൻ്റെ മണ്ണുവിട്ട് മറ്റൊരിടത്തേക്ക് കൂടിയേറി. തിരികെ വീട്ടിലെത്തുമ്പോൾ തീർത്ത മാനസികമായി വല്ലാതെ തളർന്നിരിക്കുന്നു. ചേതന് വളരെ പെട്ടെന്ന് തന്നെ മകളുടെ മാറ്റം മനസ്സിലാക്കുവാൻ സാധിച്ചു. തിരികെ ഇവിടേക്ക് മടങ്ങി വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നോ ഇപ്പോൾ? ചേതൻ ചോദിച്ചു. ആ തോന്നലിനേക്കാൾ എന്തേ ഇത്രയും വൈകി എന്നാണ് ബാപ്പു എൻ്റെ ചിന്ത. നവീകരണമാണോ നിന്റെ മനസ്സിൽ? അതെ, മാറ്റപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന് ശ്രമിച്ചു നോക്കാം ബാപ്പു. ചേതൻ അഭിമാനത്തോടെ മകളെ ചേർത്ത് നിർത്തി. ഇപ്പോഴാണ് നിന്നിൽ എനിക്ക് അഭിമാനം തോന്നുന്നത്. മറ്റുള്ള സ്ത്രീകളിൽ നിന്നും വേറിട്ട് നീ ചിന്തിക്കുന്നില്ലേ? അതാണ് മോളെ ഈ അച്ഛൻ്റെ വിജയവും. തീർത്ത സരസ്വതി വിനയപൂർവ്വം അച്ഛനെയൊന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് തിരിച്ചു നടന്നു. കഴുകി വെളുപ്പിച്ച തുണികൾ ഓരോന്നായി അയയിൽ നിർത്തുന്ന തിരക്കിലാണ് പല്ലവി. വെയിലിൻ്റെ കാഠിന്യതയിൽ മുഖത്തേക്ക് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ അവൾ അസ്വസ്ഥതയോടെ തുടച്ചു മാറ്റി. ഗ്രാമത്തിലെ അലക്കുകാരൻ സോമനിൻ്റെ ഏക മകളാണ് പല്ലവി. ഭാര്യയുടെ മരണശേഷം സോമനിൻ്റെ അവശതകൾ ഏറി വന്നു.
കുടുംബകാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതോടെ അച്ഛൻ്റെ തൊഴിൽ പല്ലവി സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. പല്ലവി പുഴയുടെ അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് ഗൗതം വിളിച്ചു. പല്ലവി ഗൗതമിൻ്റെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. നിനക്ക് എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? ഗൗതം പരിഭവത്തോടെ ചോദിച്ചു. പല്ലവി ഗൗതമിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ അലസമായി എപ്പോഴും തൻ്റെ ജോലിയിൽ മുഴുകി. എങ്കിലും എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കുട്ടി. എൻ്റെ സ്നേഹത്തെ എന്നെങ്കിലും നീ തിരിച്ചറിയും. ആ ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരുന്നോളാം. ഗൗതമിൻ്റെ സ്വരത്തിലെ പതർച്ച പല്ലവി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ നീർപ്പൊടിഞ്ഞു. ഗൗതമിനെ അവൾക്ക് ഇഷ്ടമാണ്. എന്നാൽ തൻ്റെ സാഹചര്യങ്ങൾക്കിടയിലേക്ക് ആ ഇഷ്ടത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാട്ടിലെ തന്നെ പ്രമാണിയായ ചന്ദൻ്റെ ഏക മകനാണ് ഗൗതം. അമ്മയില്ലാത്ത കുറവ് മാത്രമേ അവനുള്ളൂ. എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം കുറവുകൾ മാത്രമേയുള്ളൂ. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടുകൾ, അച്ഛൻ്റെ രോഗാവസ്ഥ, അമ്മയില്ലാത്തതിൻ്റെ അനാഥത്വം, അങ്ങനെ എന്തെല്ലാം. അതിലെല്ലാം ഉപരി താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഗൗതമാവട്ടെ സവർണ ജാതിയിൽപ്പെട്ട സമ്പന്നനായ ഒരു യുവാവും. ആ അന്തരം എത്തിക്കുക വലിയ ദുരന്തത്തിലേക്കാവും. പല്ലവിക്ക് അത് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഗൗതം എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല എന്നത് അവളെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. പുഴയുടെ മേൽ കെട്ടിയിരുന്ന ചെറിയ പാലം വഴി ഗൗതം അവളുടെ അരികിലേക്ക് നടന്നു. പല്ലവിയുടെ മനസ്സ് അവനെ അറിയാമായിരുന്നു. എന്നിട്ടും തന്നിൽ നിന്നും അകന്നു മാറുന്ന അവളുടെ സ്വഭാവത്തിലെ മാറ്റം അവനെ ഏറെ വേദനിപ്പിച്ചു. പല്ലവിയുടെ അരികിലായി വലിയ പാറക്കൂട്ടത്തിൽ ഒന്നിൽ അവനിരുന്നു. ഇനി പറയൂ, എന്താണ് നിന്റെ പ്രശ്നം? ആ കണ്ണുകളിൽ അറിയാം എന്നോടുള്ള പ്രണയം എത്രയെന്ന്. എന്നിട്ടും നീ എൻ്റെ മുമ്പിൽ എത്ര നാൾ ഇങ്ങനെ വെറുപ്പ് അഭിനയിച്ച് നടക്കും? പല്ലവി ദയനീയമായി ഗൗതമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എല്ലാം അറിഞ്ഞിട്ടും അങ്ങെന്താണ് എന്നോട് ചോദിക്കുന്നത്? സ്നേഹം ആർക്കും ആരോട് വേണമെങ്കിലും തോന്നാം. പക്ഷേ ആ സ്നേഹത്തിന് ചുറ്റുമുള്ള അതിർവരമ്പുകളെക്കുറിച്ച് അങ്ങെന്തേ ചിന്തിക്കാത്തത്? എന്ത് അതിർവരമ്പുകൾ? അതൊക്കെ നിന്റെ തോന്നലുകളാണ്. ഈ നാട്ടിലെ പരിസ്ഥിതികളിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മുംബൈയിലേക്കോ മറ്റോ പോയി അവിടെ താമസിക്കും. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളെ എന്തിന് മറ്റുള്ളവർക്കായി നഷ്ടപ്പെടുത്തി കളയണം? അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിയില്ല. എൻ്റെ അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന തെറ്റിന് ആ പാവം മനുഷ്യനെ ചുട്ടെരിച്ചു കൊല്ലാനും ഇവിടെയുള്ളവർ മടിക്കില്ല. അവളുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറയുന്നത്, എന്നെ മറന്നേക്കൂ. എൻ്റെ ചിന്തകൾ രത്തംപോറിനപ്പുറത്തേക്ക് ഒരിക്കലും വളരുകയില്ല. എന്തൊക്കെയാണ് പല്ലവി നീ ഈ പറയുന്നത്? എൻ്റെ പ്രണയത്തേക്കാൾ വലുതാണല്ലേ നിനക്ക് ഈ നാടിനോടുള്ള സ്നേഹം? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളോളം പ്രിയപ്പെട്ടതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. എന്നാൽ എൻ്റെ കടമകൾ, അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒളിച്ചോടി പോകുകയില്ലെന്ന് മാത്രം. ഗൗതം അവളെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തി. എനിക്കറിയാം നിന്റെ മനസ്സ്. നമ്മുടെ ഈ പ്രണയം എത്ര കാലം മറച്ചു വയ്ക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്നെനിക്കറിയാം, നിന്നോടൊപ്പമല്ലാതെ ഒരു ജീവിതം എനിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ സ്നേഹപാരവശ്യത്തോടെ അവനെ മുറുകെ പിടിച്ചു. രത്തംപോറിൽ ഇന്ന് അധികാരികളുടെ കൂടിയാലോചന യോഗമാണ്. ഗ്രാമത്തിൽ നടപ്പിലാക്കേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഏറെയും. ഗ്രാമത്തിലെ വലിയ മണികളിൽ ഒന്നിൽ ഒച്ച പൊന്തി. രത്തംപോറിലെ പ്രധാന യോഗങ്ങളുടെ ആരംഭം ഈ മണിയൊച്ചയോടെയാണ്. ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അരൂപ് അധികാരിയാണ് യോഗാധ്യക്ഷൻ. ഗ്രാമത്തിലെ വികസനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അരൂപ് തുടർന്നു. നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മുടെ ആജ്ഞകളും ശാസനകളും മാത്രമാവണം ഇനി തുടർന്നങ്ങോട്ടും ഈ നാടിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മുഴങ്ങേണ്ടത്. അല്ലാതെ പാടത്തും ചെളിവിലും പണി ചെയ്യുന്ന കീഴാളിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ ആയിരിക്കരുത്. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പുറം നാട്ടുകാരെ ഒരു കാരണവശാലും രത്തംപോറിലെ ആളുകളുമായി സമ്പർക്കം പുലർത്താൻ നമ്മൾ ഇടവരുത്തരുത്. നമ്മുടെ ഗ്രാമത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കുറേ കീഴാന്മാരെല്ലാം കൂടി ചേർന്ന് കർഷക സമരങ്ങൾ സംഘടിപ്പിച്ച് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഗ്രാമങ്ങളിൽ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഈയൊരവസ്ഥ രത്തംപോറിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ചേതൻ ബൻസാലയുടെ കുടുംബക്കാർ തന്നെയാണ്. അതിനെ ഒറ്റക്കെട്ടായി നിന്ന് നാം പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അരൂപിൻ്റെ പ്രസംഗത്തിന് മറുപടി എന്നോണം ചേതൻ ബൻസാലയെയും കുടുംബത്തെയും ഗ്രാമത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി. അതിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ കരഘോഷം മുഴക്കി പറഞ്ഞു. ഇറയത്തെ ചാരുകസേരയിൽ ഉച്ചമയക്കത്തിലായിരുന്നു ചേതൻ. ബാപ്പുവിനെന്തേ ഇന്ന് പതിവില്ലാത്തൊരുറക്കം? ചേതൻ മയങ്ങിയ കണ്ണുകൾ പാതി തുറന്ന് മകളെയൊന്ന് നോക്കി. കാലാവസ്ഥ മാറുന്നതുകൊണ്ടാവാം. കുറച്ച് ദിവസമായി ഉച്ച കഴിഞ്ഞ ഒരു മയക്കമുണ്ട്. പ്രായമായില്ലേ? നിന്നെപ്പോലെയല്ലല്ലോ മോളെ ഞാൻ. പിന്നെ പ്രായമായിപ്പോലും. ആർക്ക്? ബാപ്പുവിനോ? ചേതൻ കുസൃതിയോടെ മകളെയൊന്ന് നോക്കി മന്ദഹസിച്ചു. അല്ല, ഗ്രാമത്തിലെ ന്യായമണിയുടെ ഒച്ച മുഴങ്ങുന്നത് കേട്ടല്ലോ. ബാപ്പു എന്ത് യോഗത്തിന് പോകാതിരുന്നത്? കാര്യമൊന്നുമില്ലെങ്കിലും കേൾക്കായിരുന്നല്ലോ അരൂപിൻ്റെയും സംഘത്തിൻ്റെയും കഥാപ്രസംഗം. ചേതൻ മകളുടെ ഫലിതം ആസ്വദിച്ചു ചിരിച്ചു. വികസന മാതൃകകൾ എത്ര തവണ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. വിഡ്ഢികൾ, ഇതിനൊക്കെ ഈ പഴയ
ചട്ടക്കൂട്ടിലോ ഒക്കെ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബാപ്പു. അധികാരത്തിനോടൊന്നും ആളുകൾക്ക് ഒരു തരം ലഹരിയാണ്. മുംബൈയിലെ രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ നേരിട്ട് എത്രയോ തവണ കണ്ടുമടുത്താണ്. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തീർത്ഥ പറഞ്ഞു. ബാപ്പു, ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപാട് ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ബാപ്പുവിൻ്റെ അനുവാദം വേണം. ചേതൻ മകളെ സംശയത്തോടെ നോക്കി. തീർത്ഥയുടെ തീരുമാനങ്ങളിൽ ചേതന് എന്നും അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീർത്ഥ തുടർന്നു. നമ്മുടെ പാടത്തിൻ്റെ ഭാഗത്തെ ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമില്ലേ, അതൊന്ന് വെട്ടിത്തെളിച്ച് അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാമല്ലോ. നല്ലതേതെന്നും ചീത്തതെന്നും അവർ തിരിച്ചറിഞ്ഞു വളരട്ടെ. അങ്ങനെയെങ്കിൽ ഇനിയുള്ള തലമുറയെങ്കിലും ഈ കാടുതരങ്ങളിൽ നിന്നും രക്ഷപ്പെടുമല്ലോ. ചേതൻ്റെ കണ്ണുകൾ തിളങ്ങി. അതെ, അതൊരു നല്ല കാര്യമോ മോളെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്തോളൂ. അച്ഛൻ എന്തിനും കൂടെയുണ്ട്. അന്ധകാരത്തിൽ മുങ്ങിത്താഴുന്ന ഈ ഗ്രാമത്തെ രക്ഷിക്കുവാൻ നിനക്കെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ. ചേതൻ മകളെ പ്രതീക്ഷയോടെ നോക്കി. തീർത്ഥയുടെ മനസ്സ് നിറഞ്ഞു. അച്ഛൻ്റെ മുഖത്തെ പ്രതീക്ഷയുടെ ചൂടിൽ വേണം അവ്യക്തമായ ഈ മൂടൽ മഞ്ഞിലൂടെ സഞ്ചരിക്കുവാൻ. അവൾ തൻ്റെ മുറിയിലേക്ക് തിരിച്ചു നടന്നു. ഗ്രാമത്തിന് പുറത്തുപോയി പഠിക്കണമെന്നുള്ളത് തീർത്ഥ സരസ്വതിയുടെ സ്വപ്നമായിരുന്നു. മുത്തശ്ശൻ കിഷൻ ബൻസാലെ എതിർ നിന്നിട്ടും ചേതൻ മകളുടെ സ്വപ്നത്തോടൊപ്പം നിന്നു. ചേതൻ പുരോഗമനവാദിയായിരുന്നു. എങ്കിലും അച്ഛൻ കിഷൻ ബൻസാലെ വിപരീത ചിന്താഗതിക്കാരനായിരുന്നു. അച്ഛനെ ധിക്കരിക്കാൻ കഴിയാതിരുന്നുകൊണ്ട് മാത്രമാണ് അയാൾ ഭാര്യയെയും മകളെയും മുംബൈയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരുന്നത്. ഗ്രാമത്തിൻ്റെ ഇടുങ്ങിയ അന്തരീക്ഷം അയാളെ എപ്പോഴും അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ഒരു പോരാളിക്ക് വേണ്ടുന്ന വീര്യവും ശക്തിയും ഏറെയുണ്ടായിരുന്നിട്ടും ഗ്രാമത്തിൻ്റെ നന്മയ്ക്കായി ഒന്നും ചെയ്യാൻ സാധിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശയാണ് ചേതൻ ഇപ്പോഴും. തീർത്ഥയിൽ അയാൾക്കേറെ പ്രതീക്ഷയുണ്ട്. കൗസല്യാദേവി അവളെ ഗർഭം ധരിക്കുമ്പോൾ ചേതൻ്റെ സ്വപ്നം ഒരാൺകുഞ്ഞിന് വേണ്ടിയായിരുന്നു. എന്നാൽ മകൾ ജനിച്ചപ്പോൾ അയാൾക്ക് നിരാശ തോന്നിയിരുന്നില്ല. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തീർത്ഥ പക്വമതിയായിരുന്നു. തീരുമാനങ്ങളിലെ കാർക്കശ്യതയും പുരോഗമന ചിന്താഗതിയും എല്ലാം അവളെ നേതൃത്വ പാഠവുമുള്ള ഒരു യോദ്ധാവിന് തുല്യയാക്കി തീർത്തു. ചേതൻ ഭാര്യയെ വിളിച്ച് തീർത്ഥയുടെ പുതിയ സംരംഭത്തെക്കുറിച്ച് അറിയിച്ചു. കൗസല്യയ്ക്ക് മകളുടെ തീരുമാനങ്ങളിൽ സന്തോഷം തോന്നി. അക്ഷരങ്ങളുടെ നീരുറവയില്ലാതെ എത്രയോ നാൾ താനും അലിഞ്ഞിട്ടുണ്ട്. ചുറ്റുമുള്ള വരണ്ട കാറ്റിനാൽ തൻ്റെ ചിന്തകൾ പോലും നിലച്ചിരുന്നു. ചേതൻ്റെ പ്രേരണയിലായിരുന്നു അക്ഷരം പഠിച്ചത്. പിന്നെ വായനയുടെ ലോകത്തായിരുന്നു തൻ്റെ ജീവിതം. അതുപോലെ രത്തംബോറിലെ എല്ലാ കുട്ടികളും പഠിക്കട്ടെ. അക്ഷരത്തിൻ്റെ വെളിച്ചം പുതിയ ഒരു നാളേക്കായി അവർക്ക് വഴി തുറക്കട്ടെ. അതിന് തൻ്റെ മകൾ കാരണമാകുമ്പോൾ അമ്മയെന്ന നിലയ്ക്ക് തനിക്കും അഭിമാനിക്കാം. കൗസല്യ അഭിമാനപൂർവ്വം മകളുടെ നേട്ടത്തെക്കുറിച്ച് ഓർത്തു. തീർത്ഥ സരസ്വതി പതിവിലും നേരത്തെ തന്നെ ഉണർന്നു. ആദ്യമൊക്കെ രത്തംബോറിനോട് ഒരു തരം അവജ്ഞയായിരുന്നു മനസ്സിൽ. മലിനമാക്കപ്പെട്ട അവിടുത്തെ വായുവിനെ പോലും അവൾ വെറുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. അവൾ ഇപ്പോൾ രത്തംബോറിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് തനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ വേരോട്ടം ഇവിടെയാവണം പ്രതിഫലിക്കേണ്ടത്. സ്കൂൾ തുടങ്ങുക എന്നതിനേക്കാൾ വെല്ലുവിളി കുട്ടികളിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും ഈ ഒരു ആശയം എത്തിക്കുക എന്നതാണ്. ഗ്രാമവാസികളിൽ ഏറിയ പങ്കും നിരക്ഷരരാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടണമെന്നും ഇല്ല. എങ്കിലും തൻ്റെ പരിശ്രമങ്ങൾക്ക് ഇതൊന്നും ഒരു പോരായ്മയായി കരുതുവാൻ അവൾക്കാവില്ല. ഗൗതമും യോഗേഷും കുട്ടിക്കാലം മുതൽ തന്നെ തീർത്ഥയുടെ സുഹൃത്തുക്കളാണ്. ഗ്രാമത്തിലെ പഠനകാലത്ത് മൂവരും ഒരുമിച്ചായിരുന്നു യാത്രകൾ. മുംബൈയിലേക്കുള്ള മടക്കത്തിന് ശേഷവും ആ സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല. തീർത്ഥയെപ്പോലെ തന്നെ രത്തംബോറിൻ്റെ നവീകരണത്തിനായി എന്നും ആഗ്രഹിച്ചിരുന്നവരാണ് അവർ ഇരുവരും. ഞങ്ങൾ എത്താൻ ലേറ്റായില്ലല്ലോ അല്ലേ? യോഗേഷ് തീർത്ഥയുടെ അരികിലായി വന്ന് കൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ ലേറ്റായോ എന്നാണ് എൻ്റെ സംശയം, തീർത്ഥ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ? വേഗം പറ തീർത്ഥ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് താമസിച്ചെന്നാ തോന്നുന്നേ. ഗൗതം ധൃതി കൂട്ടി. ഇന്ന് നമ്മൾക്ക് കുറച്ച് കർഷകരെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു ക്ലാസ് നടത്തി നോക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നൊന്ന് നോക്കാം. എന്തു മാറ്റം? നമ്മുടെ സമയം കുറച്ച് പോകും, അത്ര തന്നെ. നീയും യോഗേഷും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് നിങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവാത്തത്. എന്ത് നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത കുറച്ച് മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഇനി മനസ്സിലായോലോ പ്രവർത്തിക്കാൻ ഭയവും. ഞാനൊരു നല്ല കാര്യം പറയാം. നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. കുറച്ച് നാട്ടുകാര്യങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾക്ക് കുറച്ച് ദൂരം നടക്കാം. അല്ലാതെ നിൻ്റെ ഐഡിയ വർക്കൗട്ടാകുന്ന ലക്ഷണമൊന്നും ഇല്ലെൻ്റെ തീർത്തേ. ഗൗതം പരിഹാസ രൂപത്തിൽ പറഞ്ഞു നിർത്തി. പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി കുറച്ചു നേരം നീ മിണ്ടാതിരിക്കും. ഈ ഗ്രാമത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങാത്തതിൻ്റെ എല്ലാ കുറവുകളും നിനക്കുണ്ട്. ഒന്നുമല്ലേലും അവൾ ഒരാശയവുമായി മുന്നോട്ട് വന്നപ്പോൾ കൂടെ നിൽക്കേണ്ട ബാധ്യത നമുക്കില്ലടാ. യോഗേഷ് ഗൗതമിനെ കുറ്റപ്പെടുത്തി. ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ലടാ. എനിക്ക് ഈ ഗ്രാമത്തിലെ ആളുകളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടറിയാം. തീർത്ഥയ്ക്ക് പിന്നീട് ഒരു മനോദുഃഖത്തിന് ഇടവരരുത്. അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ വിഷമിക്കേണ്ടടേ, എന്തു വന്നാലും നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ഗൗതം തീർത്ഥയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു.
ഒരു ദിവസം കൊണ്ട് രത്തംബോറിനെ നവീകരിക്കാമെന്ന ചിന്തയൊന്നും എനിക്കില്ല. എങ്കിലും അതിനൊരു ചവിട്ടുപടിയായി എൻ്റെ ഈ ശ്രമം കൂടിയുണ്ടെങ്കിൽ എന്നൊരാഗ്രഹം. അതുമാത്രമേ ഉള്ളൂ എനിക്ക്, തീർത്ത പറഞ്ഞു. യോഗേഷ് അപ്പോൾ തങ്ങളുടെ സ്കൂൾ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. രത്തംബോറിനടുത്ത ഗ്രാമമായിരുന്നു രാംനഗർ. അവിടുത്തെ പ്രശസ്തമായ ചാച്ചാജി മെമ്മോറിയൽ സ്കൂളിലായിരുന്നു അവരുടെ പഠനം. വളരെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അവർ മൂവരും അവിടെ തന്നെ തങ്ങളുടെ പഠനം തുടർന്നു. അന്ന് അധ്യാപക ദിനമായിരുന്നു. പ്രധാന അധ്യാപകൻ അന്ന് ഓരോ ക്ലാസ്സുകളും സന്ദർശിച്ച് ഒരു ലഘുപ്രസംഗം നടത്തുക പതിവാണ്. അങ്ങനെ അവർ തീർത്ഥയുടെ ക്ലാസ്സിലും എത്തിച്ചേർന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ തത്വചിന്താപരമായ കാഴ്ചപ്പാടുകളെ വിശദീകരിക്കുന്നതിനിടയിൽ ഭാവിയിൽ തങ്ങൾ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന മേഖലയെക്കുറിച്ച് ഓരോ കുട്ടിയോടും അധ്യാപകൻ തിരക്കി. പലരും പല ആഗ്രഹങ്ങൾ പറഞ്ഞു. ചിലർക്ക് ടീച്ചറാവാനും എഞ്ചിനീയർ ആകാനും ഡോക്ടറാകാനും ഉള്ള ആഗ്രഹം അറിയിച്ചു. ചോദ്യമുന തീർത്ഥയിൽ എത്തിയപ്പോൾ ഭാവപകർച്ചയില്ലാതെ അവൾ പറഞ്ഞു, എനിക്കൊരു എഴുത്താണിയായാൽ മതി. മറ്റുള്ള കുട്ടികൾ ചിരിച്ചു. എന്നാൽ അധ്യാപകൻ ആകാംക്ഷയോടെ അവളെ നോക്കി. എഴുത്താണിയോ? അതെ, വാക്കുകളെ കീറിമുറിച്ച് മായ്ക്കാൻ കഴിയാത്ത അക്ഷരങ്ങളാക്കാൻ എനിക്ക് ഒരു എഴുത്താണിയാവണം. അധ്യാപകൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് ഒരു 13 വയസ്സുകാരിയുടെ വെറും ആഗ്രഹമല്ല എന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാലത്തിനിപ്പുറം തീർത്ത വളർന്നു. ഒരു എഴുത്താണിയോളം മൂർച്ചയിൽ തൻ്റെ വാക്കുകൾ രാഗി മിനുക്കി അവൾ ഒരു ഗ്രാമത്തിൻ്റെ പുനരുത്ഥാനത്തിനായി യത്നിച്ചു തുടങ്ങി. തീർത്ഥയും ഗൗതമും യോഗേഷും കർഷകർ കൂട്ടമായി പാർക്കുന്ന രൺബോറിലേക്ക് നടന്നു. ഉഴുതുമറിച്ചിട്ട നെൽപ്പാടങ്ങളിൽ നിന്നും കർഷകർ ജോലി മതിയാക്കി നിരത്തിലിറങ്ങി. അവരിൽ ചിലർ ആക്രോശിച്ചു. ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ പുതിയ പള്ളിക്കൂടം തുടങ്ങുവാൻ പോകുന്നുവെന്ന്. ദയവായി ഞങ്ങളെ ഒഴിവാക്കിക്കൊള്ളൂ. അധികാരിയുടെ പ്രത്യേക കൽപ്പനയുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? ആളുകളുടെ വിമർശനത്തിന് പിന്നിൽ അരൂപിൻ്റെ തീരുമാനങ്ങളാണെന്ന് തീർത്ഥയ്ക്ക് മനസ്സിലായി. ഗൗതം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. രൺബോറിലുള്ളവർ മര്യാദക്കാരാണെന്നാണ് പൊതുവെയുള്ള സംസാരം. എന്തായാലും ഞങ്ങൾക്കങ്ങനെ തോന്നുന്നില്ല. വരൂ, നമുക്ക് തിരിച്ചു പോയേക്കാം, ഗൗതം കൂട്ടുകാരോടായി പറഞ്ഞു. ആളുകളുടെ കലമ്പലുകൾ അവസാനിച്ചു. കൂട്ടത്തിൽ തലമുതിർന്ന ഒരു കർഷകൻ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ കേട്ടത് ശരിയാണ് മക്കളെ. രൺബോറിലുള്ളവർ നല്ല ആളുകളാണ്. വരൂ, ഇവർക്കൊക്കെ വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. വൃദ്ധൻ മൂവരെയും വിളിച്ച് തൻ്റെ ചെറിയ കയറ്റുകട്ടലിൻ്റെ ഇരുവശങ്ങളിലായി ഇരുത്തി. പറയൂ, നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പറയുവാനുള്ളത്? വൃദ്ധൻ അക്ഷമനായി ചോദിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമത്തിൽ ഞങ്ങൾ പുതിയൊരു സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. ഈ കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ. നിങ്ങളുടെ അനുവാദവും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം, ഗൗതം പറഞ്ഞു നിർത്തി. വൃദ്ധൻ മറുപടി പറയാതെ തലക്കുമ്പിട്ടിരുന്നു. അയാളുടെ മനസ്സിൽ അരൂപിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. രൺബോറിലെ കർഷകരെല്ലാം ഇപ്പോൾ അയാൾക്കരികിലുണ്ട്. തീർത്ത തുടർന്നു. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഭയം കൊണ്ട് ഇതിനെ അംഗീകരിക്കില്ല എന്ന്. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങളെപ്പോലെ അധികാരികളുടെ അടിമത്തത്തിന് കീഴിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നാളെ ഈ ദുരന്തങ്ങളൊക്കെ താണ്ടണോ? എന്താണ് നിങ്ങൾക്കിപ്പോൾ? അനാഥമല്ലേ നിങ്ങളുടെ ജീവിതം? ഈ വ്യവസ്ഥിതി തന്നെ മാറണം. നിങ്ങൾക്കും അന്തസ്സായി ജീവിക്കണ്ടേ? വെള്ളക്കാരുടെ കൈകളിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വർഷങ്ങളായി. എന്നിട്ടും രത്തംബോറിന് മാത്രം ഒരു മാറ്റവുമില്ല. മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടാകണം. ആ അറിവ് ആർജിക്കണമെങ്കിൽ രത്തംബോറിൽ നിങ്ങൾക്കായി ഒരു വിദ്യാലയം ഉയരണം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരില്ലേ? തീർത്ഥയുടെ സ്വരം നേർത്തു പോയിരുന്നു. എന്തു പറഞ്ഞാണ് ഈ മനുഷ്യരെ മനസ്സിലാപ്പിക്കുക എന്ന ചിന്തയിലാണ് അവൾ ഇപ്പോഴും. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ, ഞങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവരെ ഭയമാണ്. എവിടേക്ക് പോകും ഞങ്ങൾ? ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി മക്കളെ. ഒരുപാട് യാതനകൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. ഇതിൽ നിന്നും ഒരു രക്ഷയും ഞങ്ങൾക്കില്ല, ഇനി ഉണ്ടാകത്തുമില്ല, വൃദ്ധൻ പറഞ്ഞു. അയാൾ കഴുത്തിലെ മുഷിഞ്ഞ തോർത്തിൻ്റെ തലപ്പ് കൊണ്ട് കണ്ണുകളൊപ്പി. അങ്ങനെയല്ല മാവ, ഇതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്. എൻ്റെ കാര്യം തന്നെ നോക്കൂ. ഞാനും ഒരു കർഷകൻ്റെ മകനാണ്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിക്കാൻ അയച്ചത്. ഞാൻ പഠിച്ചു, പട്ടണത്തിൽ പോയി ഉയർന്നൊരു ഉദ്യോഗവും നേടി. പിന്നീട് എൻ്റെ മാതാപിതാക്കളെയും കൂട്ടി ഞങ്ങൾ എത്രയോ വർഷമായി ഹരിയാനയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കുവാൻ അയക്കൂ. അവർ മിടുക്കരായി വളർന്നു വരട്ടെ, യോഗേഷ് പറഞ്ഞു. കർഷകരുടെ കണ്ണുകളിലെ തിളക്കം തീർത്ഥയ്ക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകി. കർഷകരുടെ യാത്ര പറഞ്ഞ് രൺബോറിൽ നിന്നും മടങ്ങുമ്പോൾ അവർ 3 പേരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. ഇനിയുള്ള ദിനങ്ങൾ അവരുടെ സ്വപ്നങ്ങളുടേതാണ്, രത്തംബോറിൻ്റെയും. തീൻമേശയിൽ ഭക്ഷണം നിരത്തുന്നതിനിടയിൽ തീർത്ത അന്ന് നടന്ന വിശേഷങ്ങൾ അച്ഛനെയും അമ്മയെയും പറഞ്ഞു കേൾപ്പിച്ചു. ചേതനും കൗസല്യയും കൗതുകത്തോടെ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തീർത്ഥയുടെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഗൗതമിൻ്റെ വാക്കുകളായിരുന്നു മനസ്സ് നിറയെ. എല്ലായ്പ്പോഴും ചൂഷിതരാക്കപ്പെട്ടു പോകുന്ന അവരുടെ വേദനകൾ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുന്നു. യോഗേഷിന് അനുഭവിക്കേണ്ടി വന്ന ജാതീയമായ ക്രൂരതകൾ പലതവണ കണ്ടിട്ടും പ്രതികരിക്കാനാവാതെ നിന്ന ആ ബാല്യം തീർത്ഥയ്ക്ക് എന്നും അരോചകമായിരുന്നു.
നാളെ ഒരു പുതിയ തുടക്കമാണ്. സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് അവൾ തയ്യാറാക്കിയിരുന്നു. പട്ടണത്തിലേക്ക് അച്ഛനെ കൂടെ കൂട്ടുവാനായിരുന്നു അവൾ ആദ്യം വിചാരിച്ചത്. കാലിൻ്റെ വേദന നീരിൻ്റെ രൂപത്തിൽ പുറമേ കാണാം. ആരെ സഹായത്തിന് തേടാമെന്നുള്ള ചിന്ത വന്നു നിന്നത് നാദുവിലായിരുന്നു. പുറത്ത് മഞ്ഞിൻ്റെ കാഠിന്യം കൂടി വരുന്നു. തീർത്ത നാദുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. നിഷ്കളങ്കമായ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉണർത്തുവാൻ തോന്നിയില്ല. എങ്കിലും നേരെ പുലരുന്നതിന് മുമ്പേ ഗ്രാമം കടക്കണം. തീർത്ത നാദുവിനെ മടിയോടെ കുലുക്കി വിളിച്ചുണർത്തി. തീർത്തയെ കണ്ട മാത്രയിൽ നാദു ചാടി എഴുന്നേറ്റു. പറയൂ ദീദി, എന്താണ് കാര്യം? നാളെ നമ്മൾ പട്ടണത്തിലേക്ക് പോകുകയാണ്. പുലർച്ചെ എഴുന്നേൽക്കണം. അല്ലാതെ ഇങ്ങനെ മൂടി പുതച്ച് ഉറങ്ങിയേക്കരുത്, കേട്ടല്ലോ. പട്ടണത്തിലേക്കോ? അതെ. എന്താ, വിശ്വാസം വരുന്നില്ലേ? എൻ്റെ ദീദിയല്ലേ പറഞ്ഞത്, എനിക്ക് വിശ്വാസമാണ്. നാദുവിൻ്റെ വാക്കുകളുടെ ആഹ്ലാദം തീർത്തയുടെ കണ്ണു നനച്ചു. 13 വർഷങ്ങൾക്ക് മുമ്പേ ഒരു മഞ്ഞുമാസത്തിൽ ബാപ്പു നാദുവിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നത് അന്നവൻ ചോരക്കുഞ്ഞായിരുന്നു. പട്ടണത്തിലെ ഒരു പീടികയുടെ മുമ്പിൽ നിന്ന് ആണ് ബാപ്പുവിനെ അവനെ കിട്ടിയത്. വെള്ളാരം കണ്ണുള്ള സുന്ദരനായൊരു കുഞ്ഞ്. സഹോദരങ്ങളില്ലാത്ത വേദന തീർത്ത മറന്നത് നാദുവിൻ്റെ വരവോടെയാണ്. കൗസല്യയെയും ചേതനയെയും സ്നേഹത്താൽ അവൻ വീർപ്പ് മുട്ടിച്ചു. കുഞ്ഞു ചുണ്ടുകളിൽ എന്നും കൗതുകമായിരുന്നു. ചേതൻ്റെ ശിക്ഷണത്തിൽ അക്ഷരമാലയും ഗണിതവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവൻ സ്വായത്തമാക്കി. പട്ടണത്തിലേക്ക് പഠനത്തിനായി അവനെ പറഞ്ഞുവിടുവാൻ കൗസല്യയും ചേതനയും ആഗ്രഹിച്ചിരുന്നു. എങ്കിലും ബാപ്പുവിനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞു പോകുവാൻ അവൻ തയ്യാറായില്ല. കുഞ്ഞു നാദുവിൻ്റെ മുഖത്ത് ഒരു മുത്തം നൽകി തീർത്ത അവൻ്റെ മുറിവിട്ടിറങ്ങി. നാദുവിനെ ദീദിയെ വലിയ ഇഷ്ടമാണ്. പട്ടണത്തിലേക്കുള്ള യാത്ര അവൻ്റെ സ്വപ്നമായിരുന്നു. ദീദി സമ്മാനിച്ച പുസ്തകങ്ങളിൽ നിന്നും അവൻ ഇതിനകം തന്നെ പഠനത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവൻ സംതൃപ്തിയോടെ കണ്ണുകൾ പൂട്ടിക്കിടന്നു. തീർത്തയുടെ സ്കൂളിൻ്റെ നിർമ്മാണത്തിനായി മാറ്റിയിട്ടിരുന്ന നിലത്തെ കാടുകൾ വെട്ടിത്തെളിക്കുകയായിരുന്നു ദേവിലാലും മക്കളും. ബെൻസാലെ കുടുംബത്തിൻ്റെ ആശ്രിതരാണ് അവർ. ഇന്ന് തന്നെ ഈ ഭാഗമെല്ലാം വൃത്തിയാക്കണം. തീർത്ഥമോളുടെ ആഗ്രഹമാണ് ഇവിടെ സ്കൂൾ വരിക എന്നത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം ഇനി മുതൽ ഇവിടെ വന്ന് പഠിക്കാം. ഇതുവരെ അധികാരികളുടെ മക്കൾക്ക് മാത്രമായിരുന്നല്ലോ പഠിക്കാനുള്ള അവകാശം. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവല്ലേ ഇനി? ദേവിലാൽ അഭിമാനത്തോടെ പറഞ്ഞു. അതെ അച്ഛാ, ഈ സ്കൂൾ വരുന്നതോടെ നമ്മുടെ ജീവിതം തന്നെ മാറും. വലിയ മുളങ്കാലുകൾ കെട്ടിവയ്ക്കുന്നതിനിടയിൽ ചന്ദ്രലാൽ പറഞ്ഞു. സ്കൂളിൻ്റെ നിർമ്മാണത്തിനുള്ള നിലം വൈകുന്നേരത്തോടെ തന്നെ പൂർത്തിയായി. ദേവിലാലിൻ്റെയും മക്കളുടെയും നേതൃത്വത്തിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഓരോ ജോലിയും വലിയ ഉത്സാഹത്തോടെ തന്നെ ചെയ്തു തീർത്തു. തീർത്തയുടെ സ്കൂളിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ ബെൻസാലെ കുടുംബത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഭൃത്യന്മാർ വഴി അരൂപ അറിയുന്നുണ്ടായിരുന്നു. ഇതുവരെയും ഇല്ലാത്ത മാറ്റങ്ങൾ ഇനിമേലിലും നാടിന് ആവശ്യമില്ല. ബെൻസാലെ കുടുംബവുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് അരൂപ് തയ്യാറായിരുന്നില്ല. ചേതൻ്റെ അമ്മ വഴി അരൂപിന് ദൃഢമായ ഒരു ബന്ധം ബെൻസാലെ കുടുംബവുമായുണ്ട്. എന്നാൽ ചേതൻ പട്ടണത്തിൽ നിന്നും വന്നതു മുതൽ ഇരു കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയായി. ചേതൻ ഗ്രാമത്തിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുകയും അച്ഛനായ കൃഷ്ണനെ എതിർത്ത് പട്ടണത്തിൽ പോവുകയും ചെയ്ത വ്യക്തിയാണ്. ചേതൻ്റെ ശ്രമങ്ങളെല്ലാം അധികാരികൾക്കെതിരായിരുന്നു. ഗ്രാമത്തിൽ ഒരു സ്കൂൾ അനുവദിക്കാൻ പാടില്ല എന്ന നയത്തിൽ തന്നെ അരൂപ് ഉറച്ചുനിന്നു. താനാണ് രത്തംപോറിൻ്റെ തലവൻ. തൻ്റെ വാക്കുകൾക്ക് ചേതൻ ചെവി നൽകുകയില്ല എങ്കിൽ അയാളെയും കുടുംബത്തെയും ഇല്ലാതാക്കാനും താൻ മടിക്കില്ല. അന്ന് രാത്രി തന്നെ അരൂപ് ഗ്രാമവാസികളുടെ ഒരു യോഗം ചേർന്നു. വിളക്കുകാലിൽ വെളിച്ചം പകർന്ന് രാത്രിയുടെ നിശബ്ദതയെ മുറിപ്പെടുത്തി അരൂപിൻ്റെ ശബ്ദം ഉയർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, രത്തംപോറിൽ എന്ത് സമാധാനത്തോടെയും ഐക്യത്തോടെയുമാണ് നാം കഴിഞ്ഞു പോകുന്നത്. എന്നാൽ നമ്മുടെ നാടിൻ്റെ സമാധാനത്തെ കെടുത്തി നമ്മളെ ഇല്ലാതാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് നമുക്കിവിടെ ഒരു സ്കൂൾ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മിടുക്കരല്ലേ? അവർ നമ്മുടെ ഗ്രാമത്തെ സമൃദ്ധമാക്കട്ടെ. അല്ലാതെ കുറേ അക്ഷരം പഠിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒരാളും തീർത്ഥ സരസ്വതിയുടെ സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ പാടില്ല. ആളുകൾ ഭയത്തോടെ പരസ്പരം നോക്കി. അരൂപിൻ്റെ സ്വരം കനത്തു. ഇതെൻ്റെ കൽപ്പനയാണ്. അനുസരിക്കുന്നതാണ് നിനക്കൊക്കെ നല്ലത്. കർഷകർ നിസ്സഹായതയോടെ ഇരുളിലേക്ക് നടന്നു നീങ്ങി. സംശയങ്ങളുടെയും വിഫലതകളുടെയും ശരങ്ങൾ പെയ്തിറങ്ങിയ ആ രാത്രി അങ്ങനെ അവസാനിച്ചു. പുലർച്ചെ തന്നെ തീർത്ഥയും നാദുവും പട്ടണത്തിലേക്ക് തിരിച്ചു. ഓരോ കാഴ്ചകളും നാദുവിൻ്റെ മനസ്സിനെ കുളിർപ്പിച്ചു. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളെ കൗതുകപൂർവ്വം അവൻ നോക്കി. വാഹനങ്ങളുടെ ഇരമ്പൽ കാതിൽ തുളച്ചു കയറി. അവൻ ചെവി പൊത്തിപ്പിടിച്ചു. തീർത്ഥയ്ക്ക് ചിരിയടക്കാനായില്ല. കൊള്ളാലോ, പട്ടണത്തിൽ താമസിക്കാൻ കൊതിയായിരുന്നില്ലേ നിനക്ക്? അതെ, ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ടല്ലേ ഞാനിവിടേക്ക് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ദീദി നോക്കിക്കോ, ഒരിക്കൽ ബാപ്പുവിനെയും അമ്മയെയും ദീദിയെയും കൂട്ടി ഞാനിവിടേക്ക് വരും. പിന്നീട് നമ്മൾ അവിടേക്ക് മടങ്ങിപ്പോകില്ല. ദാദുവിൻ്റെ സ്വരത്തിൽ രത്തംപോറിനോടുള്ള അമർഷം കലർന്നിരുന്നു. തീർത്ഥ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നാദു സ്നേഹത്തോടെ തീർത്ഥയെ നോക്കി. അവന് പട്ടണ കാഴ്ചകൾ കണ്ട് കൊതി തീരാത്തതുപോലെ തീർത്ഥയുടെ കയ്യിൽ വിരൽ ചേർത്ത് ധൃതിയിൽ നടന്നു. തീർത്ഥയുടെ ചിന്ത നാദുവിനെക്കുറിച്ചായിരുന്നു. അവൻ്റെ നാടാണിത്. ഇവിടെ ഏതോ ഒരു കടത്തിണ്ണയിലാണ് അവൻ്റെ ജനനം. എന്നെങ്കിലും ഒരിക്കൽ അവനത് മനസ്സിലാക്കും. അന്ന് അവൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോകുമായിരിക്കും. തീർത്ഥ നാദുവിനെയും കൂട്ടി വലിയൊരു ഷോപ്പിലേക്ക് നടന്നു.
അവിടെ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ചൂണ്ടിക്കാണിച്ച കളിപ്പാട്ടങ്ങളിൽ ചിലത് തീർത്ത് അവന് വാങ്ങി നൽകി. കടയിലെ തിരക്ക് കൂടി വന്നതിനാൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളുമായി അവർ അവിടെ നിന്നും ഇറങ്ങി. ചീരിപ്പായുന്ന വാഹനങ്ങളുടെ കലമ്പൽ കൂടി വന്നു. തിരക്കുകൾ ഒഴിഞ്ഞ ചെറിയ നടപ്പാതയും താണ്ടി അവർ നടന്നു. അവരുടെ യാത്ര അവസാനിച്ചത് നഗരമധ്യത്തിലുള്ള വലിയ പാർക്കുകളിലൊന്നായിരുന്നു. വലിയ ആർച്ചിൽ ചേർത്ത് വെച്ച പേര് നാദു ഉറക്കെ വായിച്ചു. ഇത് നേതാജിയുടെ പേരിലുള്ള പാർക്കാണല്ലോ. അതെ. നാദു സന്തോഷത്തോടെ തീർത്ഥയുടെ കൈകളിൽ വിരലമർത്തി. കേട്ടോ ദീദി, നമ്മുടെ ബാപ്പുവിലെ നേതാജിയെക്കുറിച്ചും സാമുജിയെക്കുറിച്ചും കുറേ കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെയോ? തീർത്ഥ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. നാദു ചുറ്റും നോക്കി. പച്ച പിടിച്ചു കിടക്കുന്ന പുൽത്തകടിയിലൂടെ അവൻ ഓടി നടന്നു. എന്തു ഭംഗിയാ ഇവിടെ അല്ലേ? തീർത്ഥ അതെ എന്നർത്ഥത്തിൽ നാദുവിനെയൊന്ന് നോക്കി. നാദു തൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളെ ആസ്വദിക്കുകയായിരുന്നു. പട്ടണത്തിൽ എപ്പോഴെങ്കിലും വരണമെന്ന് അവനെന്നും കൊതിച്ചിട്ടുണ്ട്. എന്നാൽ ബാപ്പുവിനെയും അമ്മയെയും കാണാതിരിക്കാൻ അവനാവില്ല. നമുക്ക് മടങ്ങേണ്ട രീതി. ഇപ്പോൾ തന്നെ സമയം വൈകി. ബാപ്പുവും അമ്മയും നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും ഇപ്പോൾ. നീ ടെൻഷൻ അടിക്കാതെ നാദു. നമ്മൾ കുറച്ചു കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകില്ലേ? ഇപ്പോൾ ദീദിക്ക് അത്യാവശ്യമായി ഒരാളെ കാണേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത് തന്നെ. എനിക്ക് എൻ്റെ ബാപ്പുവിനെയും അമ്മയെയും കാണണം. ഒരുപാട് താമസിക്കരുതേ ദീദി. തീർത്ഥ നാദുവിനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. ബാപ്പുവിനോടും അമ്മയോടുമുള്ള അവൻ്റെ സ്നേഹവും കരുതലും തീർത്ഥയുടെ കണ്ണു നനയിച്ചു. കുറച്ചു നേരത്തിന് ശേഷം സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവർക്കരികിലേക്കായി ധൃതിയിൽ നടന്നു വന്നു. ദാദുവിൻ്റെ കണ്ണുകൾ അയാളുടെ വേഷവിധാനങ്ങളിൽ പറ്റി നിന്നു. മനോഹരമായി ഒതുക്കി വെച്ചിരിക്കുന്ന മുടിയിഴകൾ നെറ്റിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പാറിക്കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ അടുത്തു വന്നപ്പോൾ അനുഭവപ്പെട്ട സുഗന്ധം അവൻ്റെ മൂക്കിൽ തങ്ങി നിന്നു. സോറി തീർത്ഥ, നിങ്ങൾ വന്നിട്ട് കുറേ നേരമായില്ലേ? അയാൾ ക്ഷമാപണത്തിൽ പറഞ്ഞു. അതെ, നിരഞ്ജൻ വേഗം എത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. സോറി നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പഴയതുപോലെ തന്നെ. അന്നും എങ്ങനെയായിരുന്നില്ലേ? തീർത്ഥ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഈ ട്രാഫിക് ബ്ലോക്കിൽ നിന്നും ഞാനിങ്ങ് എത്തേണ്ടടോ. പണ്ട് തൻ്റെ കോളേജ് ടൈമും എൻ്റെ ജോലി തിരക്കും തമ്മിൽ അഡ്ജസ്റ്റ് ആവില്ലായിരുന്നു. അല്ലാതെ മനഃപൂർവ്വം ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല, നിരഞ്ജൻ പരിഭവത്തോടെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, എവിടെ വരെയായി തൻ്റെ സ്കൂളിൻ്റെ പണിയൊക്കെ 2 ആഴ്ച കൊണ്ട് നിർത്തിയിരുന്ന മട്ടാണ്. ഇപ്പോൾ തന്നെ എന്തൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ടെന്ന് അറിയാമോ? സ്കൂളിലേക്കൊന്ന് പറഞ്ഞുവിടാൻ തന്നെ അവരൊന്ന് സമ്മതിച്ചത്. ഇതൊക്കെ ഒരു തുടക്കമല്ലേ തീർത്തേ? അപ്പോൾ അതിൻ്റേതായ കുറച്ച് തടസ്സങ്ങളും കാണുമെന്ന് വെച്ചോ. അതല്ല നിരഞ്ജൻ, എല്ലാം ചെയ്യുമ്പോഴും ഒരു ഭയം വല്ലാതെ എന്നെ അലട്ടുന്നു. ഇതൊക്കെ നന്നായി നടക്കുമോ എന്നൊരു അങ്കലാപ്പ്. ഒന്നുമില്ലടോ, മാറ്റത്തിന് വിധേയമാകാത്ത ഒരു സിസ്റ്റവും ഈ ലോകത്തിലില്ല. നോക്കിക്കോ, പോകെ തൻ്റെ നാട് മാറും. എന്നിട്ട് വേണം തന്നെ കാണാൻ അവിടേക്കൊന്ന് വരാൻ. നിരഞ്ജൻ തീർത്ഥയുടെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിരഞ്ജൻ ആരാണെന്ന ചോദ്യം പലർക്കുമുണ്ടായിരുന്നു. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ സഹയാത്രികനായി വന്ന് തൻ്റെ ആത്മാവിൻ്റെ ഭാഗമായവൻ. നിരഞ്ജനോട് തനിക്ക് പ്രണയമാണെന്ന് ഒരിക്കൽ ബാൻസൂരി പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പ്രണയത്തിനും അപ്പുറം, സൗഹൃദത്തിനും അപ്പുറം മറ്റെന്തോ ഒരു ആത്മബന്ധം തനിക്ക് അവനോടുണ്ട്. നാദു ദീദിയെയും നിരഞ്ജനെയും പരസ്പരം നോക്കി. നിരഞ്ജൻ അപ്പോഴാണ് നാദുവിനെ ശ്രദ്ധിച്ചത്. ഇത് ആ കുട്ടിയല്ലേ? തീർത്ത നാദുവിനെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അതെ നാദു, ഇവൻ്റെ കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറ്. നിരഞ്ജൻ നാദുവിൻ്റെ മുഖത്ത് തലോടി. നല്ല ഓമനത്തമുള്ള കുട്ടി. അയാൾ തൻ്റെ പേഴ്സിൽ നിന്നും പണമെടുത്ത് നാദുവിൻ്റെ നേർക്ക് നീട്ടി. ദാ മോനിത് വെച്ചോളൂ. ദീദിയോട് പറയൂ മിഠായി വാങ്ങിച്ചു തരാൻ. നാദു ദീദിയെ ഒന്ന് നോക്കിയ ശേഷം നിരഞ്ജൻ നൽകിയ പണം വാങ്ങി തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. തീർത്ത വാച്ചിലേക്ക് നോക്കി. സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. എങ്കിൽ നമുക്ക് പോകാം. ഞാൻ നിങ്ങളെ ആ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാം. നല്ല മഴക്കോളുണ്ട്. ഇപ്പോൾ 2 ദിവസമായി ഉച്ചതിരിഞ്ഞ് ഒരു മഴയുള്ളതാണ്. തീർത്ഥയും നാദുവും നിരഞ്ജനൊപ്പം കാറിലേക്ക് കയറി. കാർ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി പാഞ്ഞു. നാദുവും തീർത്ഥയും വീട്ടിൽ എത്തിയപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. മകളെയും നാദുവിനെയും കാത്ത് ബംഗ്ലാവിൻ്റെ മട്ടുപാവിൽ തന്നെയായിരുന്നു ഉച്ച മുതൽ കൗസല്യദേവി. മകളെ കണ്ടപ്പോൾ കൗസല്യയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. നീ ഒരു പെൺകുട്ടിയല്ലേ തീർത്ത? എത്ര നേരമായി ഞാനിവിടെ ഈ ബാൽക്കണിയിൽ നിൽക്കുന്നു. ഒത്തിരി ഇല്ലെങ്കിലും കുറച്ചൊക്കെ മര്യാദ വേണം. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ ന്യായം പറയാൻ അച്ഛനെയും മകളെയും കഴിഞ്ഞേയുള്ളൂ. അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ? പട്ടണത്തിൽ പോയ കാര്യമല്ല, കടയിലെ തിരക്ക് കാരണം കുറച്ച് താമസിച്ചു. ഞാൻ തനിച്ചൊന്നുമല്ലല്ലോ പോയത്. നാദുവും കൂടെ ഉണ്ടായിരുന്നില്ലേ? അതെ, അവനുണ്ടായിരുന്നു. ആ കുഞ്ഞിന് വല്ല ലോകവിവരമുണ്ടോ? കാലം കെട്ട കാലം. ഓരോ ദിവസം കഴിയുന്തോറും ഭയമാണ് എനിക്ക്. ശത്രുക്കളാണ് ചുറ്റും. അതെന്താ അച്ഛനും മോളും ചിന്തിക്കാത്തത്? നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ നന്നാവുമോ ഈ നാട്? തീർത്ത അമ്മയെ വാരിപ്പുണർന്ന് കവിളിലൊരു ഉമ്മ കൊടുത്തു. അപ്പോഴും കൗസല്യയുടെ പരിഭവത്തിന് ഒരു കുറവും വന്നില്ല. ശരിയല്ലാത്തതൊന്നും അമ്മയുടെ മോള് ചെയ്യില്ല. അതുമാത്രം അമ്മ ചിന്തിച്ചാൽ മതി. അല്ല മോളെ, നിന്റെ കാര്യത്തിൽ എപ്പോഴും അമ്മയ്ക്ക് ആദിയാണ്. വിവാഹമൊക്കെ കഴിച്ച് ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമൊപ്പം സുഖമായിട്ട് കഴിയേണ്ട സമയമാണിപ്പോൾ.
നിനക്ക് അതൊക്കെ വേണ്ട എന്ന് വെച്ച് നീ എന്തിനുള്ള പുറപ്പാടത്? ഇതൊന്നും നമ്മൾക്ക് വേണ്ട മോളെ. കൗസല്യയുടെ കണ്ണു നിറഞ്ഞു. ഭയന്നോടി ഒളിക്കാനാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചതെങ്കിൽ പിന്നെ ഈ മനുഷ്യജന്മം കൊണ്ട് എന്ത് പ്രയോജനമാണമ്മേ? അമ്മ പറഞ്ഞതുപോലെ ഭാര്യയാകാനും അമ്മയാകാനുമൊക്കെ എല്ലാ സ്ത്രീകൾക്കും കഴിയും. എന്നാൽ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന ഈ നാടിനെ രക്ഷിക്കാൻ ഏത് സ്ത്രീക്കാണമ്മേ കഴിയുക? കൗസല്യയുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നതെല്ലാം ശരിയാണ്. എങ്കിലും അമ്മ എന്ന നിലയിൽ മാത്രമേ തനിക്ക് അവളെ കാണാൻ സാധിക്കൂ. ചേതൻ ഒരു വാതിലിൽ മറവിനപ്പുറം അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മോളെ, നീ പറഞ്ഞതെല്ലാം അച്ഛൻ കേട്ടു. എനിക്ക് സാധിക്കാതെ പോയ ആ ദൗത്യം നീയെങ്കിലും പൂർത്തിയാക്കണം. തോൽക്കുമെന്ന ഭയത്തോടെയല്ല, ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ. തീർത്ഥയുടെ മനസ്സ് നിറഞ്ഞു. അച്ഛൻ്റെ വാക്കുകളുടെ കരുത്തായിരുന്നു എന്നും അവളുടെ ധൈര്യം. പുതിയൊരു പുലരിക്കായി രാവിൻ്റെ തിരശ്ശീല മാറ്റുവാൻ ഇനിയും കുറച്ചു നേരം മാത്രം. രത്തംബോറിൻ്റെ നിശബ്ദമായ അന്തരീക്ഷത്തിലും കൂറ്റൻ മണിയുടെ ഞെരുക്കം കാതോർത്തുകൊണ്ട് അവർ ഉറങ്ങാൻ കിടന്നു. കഥ തുടരും.